എത്രയോ അനർത്ഥങ്ങൾ നമ്മുടെ ജീവനെ കടന്നുപോയി. എന്നാൽ ഇന്ന് രാത്രി നാം അഭിമുഖീകരിച്ച പല പ്രതികൂലങ്ങൾക്ക് നടുവിൽ നമ്മുടെ ജീവൻ്റെ കാലഘട്ടങ്ങളെ ദൈർഘ്യമാക്കിയ ദൈവത്തിൻ്റെ കരുതൽ തിരിച്ചറിയുന്നവർ സ്തോത്ര സ്വരങ്ങളോടെ ദൈവത്തിന് മഹത്വമർപ്പിക്കണം. ഈ ആത്മീക ശുശ്രൂഷയ്ക്ക് അധ്യക്ഷം വഹിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ടൈറ്റസ് ജോൺ, ഈ ആത്മീക ശുശ്രൂഷയെ ദർശനത്തോടെ മുൻപോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പ്രിയ റജി പാസ്റ്റർ, ദൈവത്തിന് സ്തോത്രം. ദീർഘവർഷങ്ങളുടെ മറക്കാൻ കഴിയാത്ത ആത്മബന്ധം ദൈവപ്രത്യയമായി ദൈവം എനിക്ക് നൽകിയിട്ടുണ്ട്. കർത്താവിൻ്റെ ദാസനെ ഈ പ്രദേശത്ത് ദൈവം ഉപയോഗിക്കുന്നു. നിശ്ചയമായും ദൈവത്തിൻ്റെ കരം തൻ്റെ ദാസൻ്റെ ശുശ്രൂഷയുടെ പുറകിൽ ഉയർന്നു നിൽക്കുന്നു. നിരവധി ആളുകളെ സത്യത്തിലേക്ക് നയിപ്പാൻ ദൈവം ഈ മലയോര മേഖലയിൽ തൻ്റെ ദാസനെ മുൻകണ്ടതോർത്ത് നമുക്ക് കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. അനേക പ്രതിസന്ധികൾ ഉണ്ടായിട്ടും ഇത്രയും മനോഹരമായി ഈ യോഗങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് ഈ ദേശത്തിന് ഒരു വിളക്കായി ദൈവം ഇവിടെ നിർത്തിയതിൻ്റെ പുറകിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട് എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ആ വലതുകരമൊന്ന് ഉയർത്തിപ്പിടിച്ച് എല്ലാവരും കർത്തൃദാസനെയും തൻ്റെ കുടുംബത്തെയും തൻ്റെ ശുശ്രൂഷയും ഓർത്ത് ദൈവത്തിന് മഹത്വമർപ്പിക്കണം. നമ്മുടെ കർത്തൃദാസന്മാർ ഉപയോഗിക്കപ്പെടുമ്പോൾ അതിൽ നമുക്ക് അഭിമാനമുണ്ട്. എത്രയോ പ്രതിസന്ധികളാണ് നമ്മെ കടന്നു പോയിട്ടുള്ളത്. ഞാൻ ഈ വേദിയിലേക്ക് നോക്കുകയായിരുന്നു. എന്നോടൊപ്പം എനിക്കേറെ പേരെടുത്ത് പറഞ്ഞാൽ ഒരാളുടെയെങ്കിലും പേര് വിട്ടുപോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുപോലെ ആത്മബന്ധവും ഇഴയെടുപ്പവുമുള്ള നിരവധി ദൈവവൃത്യന്മാരാണ് ഈ വേദിയിലിരിക്കുന്നത്. ദൈവം നമുക്കെല്ലാവർക്കും കൂടെ നൽകിയ സന്ദർഭം ജീവിതത്തിൻ്റെ ഭാഗ്യമാണ്. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ദൈവത്തിന് ശബ്ദമുയർത്തി മഹത്വമർപ്പിക്കണം. നമുക്കറിയാം 2019 ആരംഭിച്ചപ്പോൾ കോവിഡിൻ്റെ ഭീകരതകൾ ഉയർന്നു. എൻ്റെ ശരീരത്തിൻ്റെ ബലഹീനത നിമിത്തം മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ ഞാൻ മരണത്തെ മുഖാമുഖമായി കണ്ടു. എൻ്റെ ഓക്സിജൻ ലെവൽ 85-ൽ നിന്നും താഴേക്ക് താഴുന്ന രംഗം കൊണ്ട് മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ നിന്നും തിരുവല്ല TMM ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട സ്ഥിതി വന്നു. അപ്പോഴേക്കും ന്യൂമോണിയ അതിൻ്റെ ഭീകരാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു. എൻ്റെ അമ്മ ചില മണിക്കൂറുകൾക്ക് പുറകിൽ അവിടെ നിന്ന് യാത്രയാകുന്നതിന് മുൻപ് സ്തോത്രം ലോകത്തോട് വിട പറഞ്ഞു. അനേക മാതാക്കൾ ലോകത്തോട് വിട പറഞ്ഞു. നമ്മളൊക്കെ കോവിഡിൻ്റെ പിടിയിൽ അമർന്നവരാണ്. അന്നത്തെ സാഹചര്യത്തിൽ ഓർത്തതല്ല ഇത്രയും നാൾ ഈ വാഹനം ഓടുമെന്ന്. എന്നാൽ അനർത്ഥങ്ങളെ ഒഴിവാക്കിയ ദൈവത്തിൻ്റെ കരുതൽ പോരാ കേട്ടോ. അനർത്ഥങ്ങളെ ഒഴിവാക്കിയ ദൈവത്തിൻ്റെ കരുതൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ ശബ്ദമുയർത്തി സ്തോത്രം ചെയ്തിട്ട് വിളിച്ചു പറയണം, എൻ്റെ പ്രാപ്തി കൊണ്ടല്ല, എൻ്റെ ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് എൻ്റെ മുൻപിലെ അനർത്ഥങ്ങൾ ഒഴിവായത്. സ്തോത്രം. ആ ബയോപ്സി റിപ്പോർട്ട് ക്യാൻസറായി മാറാഞ്ഞത്, ആ ആക്സിഡൻറ്റ് മരണകാരണമായി തീരാഞ്ഞത് നിൻ്റെ പ്രാപ്തി കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ മറ്റൊന്നിനും സ്തോത്രം ചെയ്തില്ലെങ്കിലും 2 കാലിൽ എഴുന്നേറ്റ് നിന്ന് 2 കൈകൾ ആരോഗ്യത്തോടെ ഉപയോഗിച്ച് കരമടിച്ചു ദൈവത്തെ ആരാധിപ്പാനും കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനും ഈ ഭൂപ്പരപ്പിൽ ആയുസിൻ്റെ കലണ്ടറിൽ ഒരു ദിവസം കൂടെ വർദ്ധിപ്പിച്ച ദൈവത്തിൻ്റെ കരുതൽ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ, അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കാൻ നിയോഗമുള്ള ദൈവമക്കൾ ഉണ്ടെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിൽ അന്യഭാഷയിൽ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കണം. എല്ലാം നാവിൽ നിന്നും സ്തോത്രത്തിൻ്റെയും സ്തുതിയുടെയും ശബ്ദം ഉയരട്ടെ. ആ അർദ്ധരാത്രിയുടെ സമയം ഹൃദയാഘാതത്തിൻ്റെ അസ്വസ്ഥതയിൽ ശരീരം മുഴുവാനും വിയർത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ആളുകൾ പറഞ്ഞപ്പോൾ നിന്റെ ജീവൻ്റെ മേൽ മരണത്തിൻ്റെ തണുത്ത കരങ്ങൾ വെക്കാതെ നിന്റെ കലണ്ടറിന് വർധനവ് നൽകിയത് എൻ്റെ ദൈവത്തിൻ്റെ കരുതലാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ സ്തോത്രം. ആ വാഹനാപകടത്തിൽ നടുവിടിച്ചു വീണപ്പോൾ സ്പൈനൽ കോഡ് തകർന്നു പോകാതെ എൻ്റെ ദൈവം കരങ്ങളെ ആരോഗ്യത്തോടെ അടിക്കാൻ കരങ്ങൾക്ക് ബലം തന്ന് ഹൃദയത്തിൻ്റെ ബലം പകർന്ന് നടത്തിയത് ദൈവത്തിൻ്റെ കരുതലാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ, എൻ്റെ ജീവിതത്തിന് നേരെ വന്ന് അനർത്ഥങ്ങളെ ഒഴിവാക്കിയ ദൈവമേ നിനക്ക് നന്ദി എന്ന് പറയാൻ കഴിയുന്ന സകല ദൈവമക്കളും ദൈവദാസന്മാരും ഇന്ന് രാത്രി ഇവിടുന്ന് കരങ്ങൾ രണ്ടുമെന്ന് ഉയർത്തിപ്പിടിച്ച് യേശുവേ എന്ന് ശബ്ദമുയർത്തി, പോരാ കേട്ടോ, ശബ്ദമുയരട്ടെ, യേശുവേ എന്ന് ശബ്ദമുയർത്തി ഇന്ന് രാത്രി ശക്തമായി പ്രാർത്ഥിക്കുന്ന രാത്രിയാകണം. ഓരോ നാവിൽ നിന്നും പ്രാർത്ഥന ശബ്ദം ഉയരട്ടെ. ഇതൊരു സാധാരണ യോഗമായി അവസാനിക്കില്ല. ഇതിൻ്റെ പുറകിൽ എൻ്റെ ദൈവത്തിൻ്റെ കരം ബലത്തോടെ ചലിക്കുകയാണ്. എൻ്റെ ഹൃദയത്തോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രിയിൽ നൽകിയ നിയോഗം ഇതാണ്. ഞാൻ പല ആലോചനകൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചാണ് യാത്രയിൽ പലതും ചിന്തിച്ചു കൊണ്ടിരുന്നെങ്കിലും എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, ഈ യോഗത്തോട് എനിക്കൊരു സന്ദേശമുണ്ട്. അനർത്ഥത്തിൽ നിന്നും അനുഗ്രഹത്തിലേക്ക് ചിലരെ പറിച്ചു നടന്ന ദൈവത്തിൻ്റെ കരം ഈ
നിയോഗത്തിൻ്റെ പുറകിൽ ഉയരുന്നു. അനർത്ഥത്തിൽ നിന്നും അനുഗ്രഹത്തിലേക്ക് ചിലരെ പറിച്ചു നടുന്ന ദൈവത്തിൻ്റെ കരം ഉയരുന്നു. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിലേക്ക് ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ നടത്തിയ ദൈവത്തിൻ്റെ കരുതലിന് മുൻപിൽ അനർത്ഥം വഴിമാറിയത് അനുഭവിച്ചിട്ടുള്ള പ്രിയപ്പെട്ടവർ, ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയാം, ഈ വീണ്ടും ജനനം പ്രാപിച്ച ദൈവമക്കളുടെ സ്തോത്രം പറ, സ്തോത്രം പറ, സ്തോത്രം പറ, സ്തോത്രം പറ എന്നും പറഞ്ഞ് ഒന്നും പറയേണ്ട കാര്യമില്ല. അത് ഓർമ്മയിലേക്ക് വരുമ്പോൾ അറിയാതെ സ്തോത്രം ഉയരും. സ്തോത്രം. 5 താറാവ് മുട്ടയും 5 കോഴിമുട്ടയും ഒരുപോലെ ആ കോഴിയുടെ കീഴിൽ അടവച്ചിറക്കിയിട്ട് ഈ 10 എണ്ണത്തെയും കൊണ്ട് ഒരാറ്റ് തീരത്ത് വിട്ടാൽ 5 താറാവും കുഞ്ഞുങ്ങൾ ആറ്റിലേക്ക് കളിക്കാനിറങ്ങുകയും 5 കോഴിക്കുഞ്ഞുങ്ങൾ കരയിലേക്ക് ഓടിക്കയറുകയും ചെയ്യുന്നത് അതിൻ്റെ ജന്മപ്രകൃതിയാണ്. അതിൻ്റെ ജന്മപ്രകൃതിയാണ്. കുരങ്ങ് മരം കയറുന്നത് അതിൻ്റെ ജന്മപ്രകൃതിയാണ്. എലി നെല്ല് പൊളിക്കുന്നത് അതിൻ്റെ ജന്മപ്രകൃതിയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി എൻ്റെയും നിൻ്റെയും ജന്മപ്രകൃതിയാണ്. വീണ്ടും ജനിച്ച ഒരു ദൈവവൈതലിൻ്റെ ജന്മപ്രകൃതിയാണ് ലഭിച്ച വിടുതലിന് ദൈവസന്നിധിയിൽ നന്ദി കരയറ്റുക എന്നുള്ളത്. ഈ രാത്രി സ്തോത്രം പറയാതിരിക്കാൻ തക്കവണ്ണമുള്ളവരാരും ഇതിനകത്തില്ല. ഒറ്റ കാര്യം മാത്രം ഓർത്ത് സ്തോത്രം ചെയ്യണം. എൻ്റെ ജീവിതത്തിൻ്റെ അനർത്ഥങ്ങൾ വഴിമാറ്റിയ ദൈവത്തിൻ്റെ കരുതൽ. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു സ്ഥലമാണ് റാന്നി വലിയകാവ് റൂട്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, അന്നൊരു ദിവസം 60ഓളം കൺവെൻഷനുകളിൽ കണ്ടിന്യൂസായി പ്രസംഗിച്ചു വരികയാണ്. അന്ന് രാത്രി 60ാമത്തെ രാത്രി മീറ്റിംഗ് ആണ് എന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് മല്ലപ്പള്ളി ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഡിസ്ട്രിക്ട് ശുശ്രൂഷയിൽ കൺവെൻഷൻ പ്രസംഗത്തിൽ പ്രസംഗിക്കണം. രാവിലെ സമയം എഴുന്നേറ്റ് എൻ്റെ വീട്ടിലേക്ക് ഒരു 5-6 കിലോമീറ്റർ അപ്പുറത്ത് റാന്നി ടൗൺ ചർച്ചിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് ഞാൻ യാത്രയായി. അവിടെയുള്ള ചില ക്രമീകരണങ്ങൾ ടാപ്പിങ്ങുകാർ ആദ്യമായിട്ടുള്ളവരെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് തിരിച്ചു വരാൻ വേണ്ടിയാണ് ബൈക്കിൽ യാത്ര ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കടവുപുഴ എന്ന സ്ഥലത്തെത്തി. വളരെ വേഗം വണ്ടി മുൻപോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ കാണുന്നു എതിർവശത്തുകൂടെ ഒരു ലോറി പാഞ്ഞിറങ്ങി വരികയാണ്. ഞാൻ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ഒരു വശത്ത് ഒരു ട്രാൻസ്ഫോർമറും ഒരു വലിയ കാനയുമാണ്. ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാർക്കൊക്കെ ആ സ്ഥലം കൃത്യമായിട്ട് അറിയാം. താഴേക്ക് ഇറങ്ങി വരുന്ന ലോറിയിലേക്ക് ശ്രദ്ധിച്ചപ്പോൾ അതിനകത്ത് വാരിയിട്ടിരിക്കുന്ന ഒരു തടിക്കഷണം അതിൻ്റെ സൈഡിലൂടെ കെട്ടഴിഞ്ഞ് വശത്തൂടെ താഴേക്ക് ഇറങ്ങുകയാണ്. ഞാൻ വണ്ടി മുകളിലേക്ക് എടുക്കുമ്പോൾ എൻ്റെ നെറ്റിക്ക് നേരെ ഈ തടിക്കഷണം വരികയാണ്. സത്യത്തിൽ ആ സമയം ആലല പോലെ വിറച്ചു. തല ചിതറിപ്പോകുമെന്ന് വിചാരിച്ചു. എങ്ങനെയോ എൻ്റെ തലമുടിയുടെ ഭാഗത്ത് ഉരുമ്മിയതുപോലെ ആ തടിക്കഷണം ഒഴിഞ്ഞുപോയി. അവിടെ നിന്ന് കർത്തൃസന്നിധിയിൽ സ്തോത്രം ചെയ്ത് എൻ്റെ ഭാര്യയെ ഫെയ്ത്ത് ഹോമിലേക്ക് വിളിച്ചിട്ട് ഈ കാര്യം പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവൾ എന്നോട് പറഞ്ഞത്, ചില മിനിറ്റുകൾക്ക് മുൻപ് മുണ്ടക്കയം പൈക സ്വദേശിയായ, ഇന്നും അദ്ദേഹത്തെ എനിക്കറിയില്ല, മുണ്ടക്കയം പൈക സ്വദേശിയായ ഒരു ദൈവവൃത്യൻ ആ വീട്ടിൽ ഫെയ്ത്ത് ഹോമിൽ വന്നു. അദ്ദേഹം കതകിനെ മുട്ടിയിട്ട് എൻ്റെ പ്രിയപ്പെട്ടവളോട് പറഞ്ഞ വാചകം, ഇന്നലെ രാത്രി ഗാഠമായി ഉറങ്ങുന്ന 12 മണി കഴിഞ്ഞ് എനിക്ക് ദൈവാത്മാ ഒരു ദർശനം നൽകി. ആ ദർശനം ഇതാണ്: രാജു മേത്രയെ രാവിലെ 10 മണിയോടെ ലോകത്തിൽ നിന്ന് തട്ടിമാറ്റാൻ ഇരുട്ടിൻ്റെ ശക്തികൾ പദ്ധതി ആസൂത്രണം ചെയ്യുന്നു. നീ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. രാവിലെ അവിടെ എത്തി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥനയുടെ നിയോഗത്തോടുകൂടെ ആ ദൈവദാസൻ ആ ഫെയ്ത്ത് ഹോമിൻ്റെ തിണ്ണയിലൂടെ ബൈബിൾ നെഞ്ചോട് ചേർത്ത് വെച്ച് അന്യഭാഷ പറഞ്ഞ് നടന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ അപകടത്തെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാനിത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവജനത്തിനും എൻ്റെ പിൻപിലിരിക്കുന്ന ദൈവദാസന്മാർക്കും ഓർമ്മ വരുന്ന നിരവധി സംഭവങ്ങൾ കാണാം. ചില മിനിറ്റുകൾ ആ കരങ്ങളെന്ന് ഉയർത്തിപ്പിടിച്ച് എൻ്റെ പ്രതികൂലങ്ങളുടെ മേലും എൻ്റെ അനർത്ഥങ്ങളുടെ മേലും പോരാ, ശബ്ദമുയരട്ടെ, എൻ്റെ അനർത്ഥങ്ങളുടെ മേലും എൻ്റെ ജീവനെ പരിപാലിച്ച ദൈവത്തിൻ്റെ കരുതലിന് ഞാൻ നന്ദി പറയുന്നു എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒന്നിച്ചൊന്ന് ശബ്ദമുയർത്തി സ്തോത്രം ചെയ്താട്ടെ. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ ഒന്നിച്ച് പ്രാർത്ഥനയിൽ പോരാടട്ടെ. മേഘം പോലെ മൂടുന്ന ദൈവത്തിൻ്റെ തേജസ് ഇന്ന് രാത്രിയിലെ ഈ മീറ്റിങ്ങിൻ്റെ മീതെ നിഴൽ വിരിച്ചു നിൽക്കുമ്പോൾ പാതാള ശക്തികൾ കരങ്ങൾ വെച്ച് നിത്യ നരകത്തിലേക്ക് വലിച്ചിഴക്കേണ്ടതിന് ആധിപത്യം പുലർത്തിക്കൊണ്ട് നിൽക്കുന്ന ചില ജീവന്റെ ശക്തികളുടെ ബന്ധനങ്ങളെ ആത്മമണ്ഡലത്തിൽ ഈ രാത്രി അഴിച്ചു മാറ്റാൻ ഈ കരം ഇവിടെ ഉയർന്നു നിൽക്കുന്നത് തിരിച്ചറിയുന്ന ദൈവമക്കൾ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു തുടങ്ങണം. നിന്റെ ശുശ്രൂഷയ്ക്ക് നേരെ, നിന്റെ വാഗ്ദത്തത്തിന് നേരെ, നിന്റെ തലമുറയ്ക്ക് നേരെ, നിന്റെ അഭിഷേകത്തിന് നേരെ, നിന്റെ ദാമ്പത്യത്തിന് നേരെ, നിന്റെ ആയുസ്സിന് നേരെ ഉയർന്നു നിൽക്കുന്ന ചില വെല്ലുവിളികൾ ഒരു മേഘം പോലെ നിന്റെ മുൻപിൽ ഉയർന്നു നിൽക്കുമ്പോൾ അതിനെ അഴിച്ചു മാറ്റാൻ കഴിവുള്ള യേശുവിൻ്റെ കരം ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ ചലിക്കുന്നുണ്ടെന്ന് ആത്മനിയോഗത്തോടെ നിങ്ങളോട് വിളിച്ചു പറയാൻ ദൈവാത്മാ
ദൈവാത്മാവ് എനിക്ക് നിയോഗം തന്നിരിക്കുമ്പോൾ അത് തിരിച്ചറിയുന്ന പ്രിയപ്പെട്ടവർ ആത്മാവിൽ പോരാടി പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഇതിനകത്തിരുന്ന് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ചില അഭിഷിക്തന്മാർക്ക് നേരെ, ഇതിനകത്തിരുന്ന് ദൈവത്തിന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ചില പ്രിയപ്പെട്ടവർക്ക് നേരെ 2026 തുടർന്നുള്ള കലണ്ടർ ദിനങ്ങളിൽ അപ്രതീക്ഷിതമായി വരാൻ തുടങ്ങുന്ന ചില അനർത്ഥങ്ങളെ എൻ്റെ ദൈവം ഇന്ന് രാത്രിത്തെ പ്രാർത്ഥനയ്ക്ക് നടുവിൽ വഴി അഴിച്ചു മാറ്റുമെന്ന് മാത്രമല്ല, ശത്രു നിനക്ക് വേണ്ടി ഇട്ടിരിക്കുന്ന ചില ഡേറ്റുകളെ നിന്റെ ഉത്സവ ദിവസമാക്കി മാറ്റത്തക്ക വിധം ആ കരം നിനക്കായി ഉയർന്നു നിൽക്കുന്ന രാത്രിയാണ്. അത് ആത്മാവിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ പ്രാരംഭ മിനിറ്റുകളിൽ തന്നെ ശബ്ദമുയർത്തി കർത്താവിന് ആരാധന അർപ്പിച്ചുകൊള്ളുക. ഇങ്ങേ കരയിലെ നിലവിളി അങ്ങേ കരയിലെ മിരിയാമിന്റെ ആരാധനയായി മാറിയതുപോലെ ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിന്റെ ചില നിലവിളികളെ എൻ്റെ ദൈവം നാളെയുടെ ദിവസങ്ങളിൽ നിന്റെ ആരാധനയാക്കി മാറ്റുമെന്ന ബോധ്യത്തോടെ ശബ്ദമുയർത്തി കർത്തൃസന്നിധിയിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പ്രിയ പിതാവേ, ഈ ജനത്തെ നിന്റെ ബലമുള്ള കരങ്ങളിൽ കൈമാറുകയാണ്. ബലഹീനരും അയോഗ്യരും അപാത്രരുമായ ഞങ്ങൾ ഇന്ന് രാത്രി തിരുമുഖത്തേക്ക് നോക്കുന്നു. ജീവന്റെ വചനം തുറക്കുമ്പോൾ ചില ഹൃദയങ്ങളെ അവിടുന്ന് തുറക്കണമേ. ജീവന്റെ പുസ്തകത്തിൽ ചില പേരുകൾ ഇന്ന് രാത്രി എഴുതി ചേർക്കുന്ന രാത്രിയാക്കണമേ. ഇരുട്ടിൻ്റെ ശക്തികൾ മരണത്തിൻ്റെ മുഖം വെച്ച് അടുത്ത ദിവസങ്ങളിൽ അനർത്ഥത്തിലേക്ക് കൊണ്ടുപോകുവാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ചില ജീവനെ ഇന്ന് രാത്രിയിലത്തെ ശുശ്രൂഷ കഴിയുന്നതിന് മുൻപ് ഇരുട്ടിൻ്റെ മുഖങ്ങളെ വെട്ടിമാറ്റി നിത്യതയ്ക്കായി വിടുവിച്ചെടുക്കുന്ന രാത്രിയാക്കണമേ. ദൈവാത്മാവത് ചെയ്യുവാൻ തുടങ്ങുന്നത് കൊണ്ട് സ്തോത്രം. ദൈവപ്രവൃത്തിയുടെ വ്യാപരിപ്പാൻ തുടങ്ങുന്നത് കൊണ്ട് സ്തോത്രം. കർത്താവിൻ്റെ കരം ചില വ്യക്തികളെ തൊടാൻ തുടങ്ങുന്നത് കൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങൾ ഇന്ന് രാത്രി വചന വിചിന്തനത്തിന് ആധാരമായി വായിച്ചുകൊണ്ട് ദൈവാത്മാവ് എനിക്ക് നൽകിയ നിയോഗം ഞാൻ പങ്കുവയ്ക്കുകയാണ്. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങൾ പ്രാർത്ഥനാപൂർവം പുസ്തകം തുറന്ന് നമ്മുടെ ശ്രദ്ധയെ അതിലേക്ക് കേന്ദ്രീകരിച്ച് വായിക്കാം. ദിനവൃത്താന്തങ്ങൾ. ദൈവത്തിന് സ്തോത്രം. 1-ാം പുസ്തകം 4-9-10 വാക്യങ്ങൾ വായിച്ചു. യബ്ബേസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. യബ്ബേസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവന്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് യബ്ബേസ് എന്ന് പേരിട്ടു. യബ്ബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട് നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസനകാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു ഒന്ന് കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി കർത്താവിന് മഹത്വം അർപ്പിക്കണേ. എല്ലാ പ്രിയപ്പെട്ടവരും വളരെ പ്രാർത്ഥനയോടെ തികച്ചും ദൈവാശ്രയത്തോടെ ദൈവമുഖത്തേക്ക് നോക്കുക. ഞാൻ ആ മുഖത്തിൽ പറഞ്ഞല്ലോ, അനർത്ഥത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് എന്നതാണ് ഞാൻ പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ആലോചനയ്ക്ക് നൽകുന്ന തലക്കെട്ട്. പ്രാർത്ഥന ചരിത്രം മാറ്റും എന്ന് വിശ്വസിക്കുന്ന എത്ര പേര് ഇവിടെയുണ്ട്? പോരാ, പ്രാർത്ഥന ചരിത്രം മാറ്റും എന്ന് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്? നിന്റെ കുടുംബത്തിൻ്റെ പുറകിൽ ഉയർന്നു നിൽക്കുന്ന അനർത്ഥ ചരിത്രത്തെ മാറ്റാൻ മെഡിക്കൽ സയൻസിന് കഴിയത്തില്ലെങ്കിലും, നിന്റെ കുടുംബത്തിൻ്റെ അനർത്ഥ ചരിത്രത്തെ മാറ്റാൻ അഡ്വക്കേറ്റിന് സാധ്യമല്ലെങ്കിലും, പ്രാർത്ഥിക്കുന്ന നിന്റെ പ്രാർത്ഥനയ്ക്ക് നിന്റെ കുടുംബത്തിൻ്റെ അനർത്ഥ ചരിത്രത്തെ മാറ്റാൻ കഴിയുമെന്ന് ഇന്ന് രാത്രി ഉറച്ചു പറയാൻ എൻ്റെ ഹൃദയത്തോട് ദൈവാത്മാവ് നിയോഗം തരികയാണ്. ചുവരോട് ചേർന്ന് കിടന്ന് കരഞ്ഞ ഒരു ഹിസ്കിയാവിൻ്റെ കണ്ണുനീരിന് മുൻപിൽ പ്രവാചകൻ നടുമുറ്റം വിടുന്നതിന് മുൻപ് അവൻ്റെ ചരിത്രത്തെ തിരിച്ച ദൈവമാണ് നീ സേവിക്കുന്ന ദൈവമെങ്കിൽ, മരണം കൊതിച്ചുകൊണ്ട് ചൂരച്ചെടി തണൽ കഴിയുന്ന ഏലിയാവിൻ്റെ ചരിത്രഗതിയെ തിരിച്ചുവിട്ട ദൈവമാണ് ഇന്ന് രാത്രി നാം ആരാധിക്കുന്ന ദൈവമെങ്കിൽ, തലമുറയില്ലാതെ കരയുന്ന ഹന്നയുടെ കരച്ചിലിന് മുൻപിൽ അവളുടെ ഉദരഫലത്തിൻ്റെ ചരിത്രത്തെ മാറ്റിയ ദൈവമാണ് ഇന്ന് രാത്രി നീ സ്തോത്രം പറഞ്ഞ് ആരാധിക്കുന്ന ദൈവമെങ്കിൽ, കഴുത്തു മുറിക്കാൻ കൽപ്പന പുറപ്പെടുവിച്ച് മരണവിധി കാത്തു നിൽക്കുന്ന പത്രോസിന്റെ ജീവചരിത്രത്തെ സഭയുടെ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ അഴിച്ചു മാറ്റിയ ദൈവമാണ് നാം ആരാധിക്കുന്ന ദൈവമെങ്കിൽ, ഇന്ന് രാത്രി
നിഷ്കളങ്ക ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ ലജ്ജ കൂടാതെ അഭിമാനത്തിൻ്റെ മുഖം മൂടി മാറ്റിവെച്ച് പ്രാർത്ഥനാപൂർവം യേശുവേ എന്ന് ഒന്ന് നിലവിളിച്ചു പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഇവിടെയുണ്ടെങ്കിൽ നിന്റെ കുടുംബത്തിൻ്റെ അനർത്ഥത്തെ വഴിമാറ്റാൻ, നിന്റെ തലമുറയുടെ അനർത്ഥത്തെ വഴിമാറ്റാൻ യേശുവിൻ്റെ കരം വിശ്വസിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ഈ ഗ്രൗണ്ടിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു. അത് തിരിച്ചറിയുന്ന ദൈവമക്കളും അനുഭവിച്ചറിയുന്ന ദൈവമക്കളും ആത്മാവിൽ പറയണം, ആ കർത്താവിൻ്റെ കരം ഇന്ന് രാത്രി എൻ്റെ കുടുംബത്തിൻ്റെ മേൽ ഉയരാൻ തുടങ്ങുകയാണ്. നിങ്ങൾക്കറിയാമോ, 1914 മുതൽ 18 വരെ നടന്ന ഒന്നാം ലോക മഹായുദ്ധം, 1939 മുതൽ 45 വരെ നടന്ന രണ്ടാം ലോക മഹായുദ്ധം, ഈ മഹായുദ്ധങ്ങളിലെ ഏറ്റവും നീചരായി മാനവ ചരിത്രം വിശേഷിപ്പിക്കുന്ന ഹിറ്റ്ലറിൻ്റെ ചരിത്രത്തിൽ അദ്ദേഹം ഫ്രാൻസിൻ്റെ ഒരു അതിർത്തിയിൽ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞ വാക്കിങ്ങനെയാണ്: നാളെ വൈകിട്ടത്തെ ചായ കൂടി ബക്കിംഗ്ഹാം പാലസിനകത്തെ, ദൈവത്തിന് സ്തോത്രം, ഡൈനിങ് ടേബിളിൽ ആയിരിക്കും. അറിയാം, അയാൾ പറഞ്ഞാൽ അതുപോലെ സംഭവിക്കുമെന്ന്. സകല രാഷ്ട്രീയ കരുനീക്കങ്ങളും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ നിലയിൽ പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ ബ്രിട്ടീഷ് ഭരണാധികാരികൾ ആ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞു, റേഡിയോ സന്ദേശത്തിലൂടെ, എല്ലാ വീടുകളിലും പ്രാർത്ഥനയ്ക്ക് മുട്ടുമടക്കുക, വേദപുസ്തകം എടുക്കുക, നമ്മുടെ ദൈവം എഴുന്നേൽക്കുന്ന ദിവസങ്ങളാണ്. ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചില മനസ്സ് തകർന്നവരോട് പറയട്ടെ, പരിഹരിക്കാൻ കഴിയാത്ത ചില വെല്ലുവിളികൾ നിന്റെ കുടുംബത്തെയും ശുശ്രൂഷയെയും ഉന്നം വെച്ചുയർന്നിട്ടുണ്ട്. എന്നാൽ പുസ്തകമെടുത്ത് മുട്ടുമടക്കിയാൽ നീ കടക്കുന്ന മുട്ടിന് മുൻപിൽ നിന്റെ മലർന്ന കൈകൾക്ക് പുറകിൽ എൻ്റെ ദൈവം ചരിത്രത്തെ തിരിച്ചുവിടാൻ ശക്തനായ ദൈവമാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ ഈ രാത്രി ഈ സ്തോത്രം പോരാ, ഇരിക്കുന്ന ഇരിപ്പിൽ അന്യഭാഷയിൽ സ്തോത്രം ചെയ്യുന്ന ദൈവമക്കൾ ശബ്ദമുയർത്തി വിളിച്ചു പറയണം: എനിക്ക് എൻ്റെ പ്രതിയോഗി എനിക്കെതിരെ എഴുന്നേൽക്കുമ്പോൾ, എനിക്ക് അനുകൂലമായി നിൽക്കുമെന്ന് വിചാരിക്കുന്ന ചില വ്യക്തികൾ എന്നെ കൈവിടുന്ന വേളയിൽ, എൻ്റെ ശത്രു നോക്കി നിൽക്കേ, എൻ്റെ മിത്രം എൻ്റെ തകർച്ചയ്ക്ക് കാത്തു നിൽക്കുമ്പോൾ, എൻ്റെ മിത്രത്തിൻ്റെ കരം കൂടാതെ എൻ്റെ ശത്രുവിൻ്റെ മുൻപിൽ എനിക്ക് മേശ ഒരുക്കുന്ന ദൈവമാണ് ഞാൻ ആരാധിക്കുന്ന ദൈവമെന്ന് അകത്ത് നിയോഗം പ്രാപിച്ച ദൈവമക്കൾ ആത്മാവിൽ പറയണം. എൻ്റെ വിഷയത്തിന് നടുവിൽ ഇന്ന് രാത്രി ഈ 8 മണി കഴിഞ്ഞ സമയം എൻ്റെ കർത്താവിൻ്റെ കരം ബലത്തോടെ ഉയരാൻ തുടങ്ങുകയാണ്. പ്രാർത്ഥന ഉയരട്ടെ, പ്രാർത്ഥന ഉയരട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങണം, ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങണം. നിങ്ങൾക്കറിയാമോ, അന്ന് രാത്രി 8 മണിക്ക് ഹിറ്റ്ലറിൻ്റെ അതികേന്ദ്രീകൃതമായ ഉന്നത തല ഗൂഢാലോചന നടക്കുകയാണ്. ആ ആലോചനയ്ക്കകത്തൊരു ആലോചന വന്നു. ഇപ്പോൾ ബ്രിട്ടനെ ആക്രമിക്കുന്ന പദ്ധതി മാറ്റിയിട്ട് റഷ്യയിലേക്ക് സൈന്യത്തെ തിരിച്ചുവിടണം. റഷ്യയിലേക്ക് സൈന്യത്തെ തിരിച്ചുവിട്ടു. ഒടുവിൽ റഷ്യയിൽ കാലാവസ്ഥ മാറിയപ്പോൾ മഞ്ഞുമലയിൽ സൈന്യം ചെന്ന് കുടുങ്ങി, കൂട്ടമരണം സംഭവിച്ചു. അപ്പോഴേക്കും ദൈവം യുദ്ധത്തിൻ്റെ ഗതി മാറ്റി. അവസാനം ഭൂഗർഭ ബങ്കറിൽ ഇവാൻ ബ്രൗൺ എന്ന കാമുകിയോടൊപ്പം പെട്രോൾ ബാങ്ക് തയ്യാറാക്കി വെച്ചതിന് ശേഷം, ആത്മഹത്യ ശേഷം ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങൾ പോലും ആരും എടുക്കാതിരിക്കാൻ കത്തിച്ചു കളയാൻ പദ്ധതി തയ്യാറാക്കിക്കൊണ്ട് ഭൂഗർഭ ബങ്കറിൽ ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു. എൻ്റെ ദൈവം ചരിത്രത്തിൻ്റെ മേൽ പിടിമുറുക്കി. ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവപൈതലേ, നിന്റെ നിലവിളിക്ക് മുൻപിൽ നിന്റെ കുടുംബ ചരിത്രത്തെ വഴിമാറ്റാൻ കഴിവുള്ള ദൈവമാണ് നീ സേവിക്കുന്ന ദൈവമെന്ന് ഉറപ്പായി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി എബ്ബേസിൻ്റെ പ്രാർത്ഥന ഒരു ചരിത്ര പ്രാർത്ഥനയാകരുത്. ഇന്ന് രാത്രി എബ്ബേസിൻ്റെ പ്രാർത്ഥന നിന്റെ വ്യക്തിഗതമായ നിലവിളിയാകണം. നിന്റെ കണ്ണുനീരിന് മുൻപിൽ ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കുന്നു, ഈ സ്റ്റേജിലെ ദൈവഭൃത്യന്മാരെ നോക്കിക്കൊണ്ട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിന്റെ കണ്ണുനീരിൻ്റെ പ്രാർത്ഥന എൻ്റെ ദൈവം നിന്റെ അനർത്ഥത്തെ വഴിമാറ്റുന്ന വഴിയാക്കി തീർക്കാൻ ആ ബലത്തിൻ്റെ കരം ഇന്ന് രാത്രി ഉയരുകയാണ്. ദൈവത്തിന് സ്തോത്രം. എബ്ബേസ് സഹോദരന്മാരെക്കാൾ മാന്യനായിരുന്നു. അവൻ്റെ ചരിത്രം കൂടുതലൊന്നും അവിടെ വിശകലനം ചെയ്തിട്ടില്ല. ഒരു വസ്തുത അവിടെ യാഥാർത്ഥ്യമാണ്. ഏതോ അസുഖകരമായ സാഹചര്യത്തിലാണ് അവൻ്റെ അമ്മ അവന് ജന്മം കൊടുത്തത്. അത് കണ്ണുനീരിൽ കുതിർന്ന ഒരു അധ്യായമാണ്. കണ്ണുനീരിൽ കുതിർന്ന ഒരു അധ്യായമായതുകൊണ്ട് അവനിട്ട പേര് എബ്ബേസ് എന്നുള്ളത് ദുഃഖത്തിൻ്റെ പുത്ര, വ്യസനപുത്ര എന്ന അർത്ഥം വരുന്ന പേരാണ്. അവന് കൊടുത്ത മലയാള ഭാഷയിൽ പറഞ്ഞാൽ ജാതകക്കുറിപ്പ് അനർത്ഥത്തിൻ്റെതാണ്. എന്നാൽ ജാതകക്കുറിപ്പ് അനർത്ഥത്തിൻ്റെതാണെങ്കിലും ഈ രാത്രി ചെവി തുറന്ന് കേട്ടുകൊള്ളുക, നിന്റെ ജന്മം തന്ന മാതാപിതാക്കൾ പോലും നിനക്കിട്ടിരിക്കുന്ന ജാതകക്കുറിപ്പുകളെ മാറ്റിയിട്ട് നിന്റെ ഭാവിയുടെ ചരിത്രത്തെ വഴിമാറ്റാൻ നീ സേവിക്കുന്ന ദൈവം ശക്തനാണ്.
ശക്തനാണ് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഈ രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ ആ പ്രാർത്ഥന ഏറ്റുപറയുന്ന രാത്രിയായി രാത്രി മാറണം. എന്താ എബ്ബേസിന്റെ പ്രാർത്ഥന ഇങ്ങനെയാണ്: നീ എന്നെ നിശ്ചയമായും ഒന്ന് അനുഗ്രഹിക്കണം. അത് കൊതിക്കുന്ന ദൈവമക്കൾ ആ വലതുകരമൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? ശബ്ദമുയരട്ടെ. ആരും മൗനമായിരുന്നാലും അനുഭവിക്കുന്ന നീ മൗനമായിരിക്കരുത്. എൻ്റെ ദൈവമേ, നീ എന്നെ നിശ്ചയമായും ഒന്ന് അനുഗ്രഹിക്കണം. എനിക്ക് ഭൗതിക നേട്ടങ്ങൾ തട്ടിപ്പറിക്കാൻ, വെട്ടിപ്പിടിക്കാൻ, പറ്റിച്ചെടുക്കാൻ ഉള്ള തന്ത്ര വഴിയല്ല വേണ്ടത്. മനുഷ്യൻ്റെ കരം തന്നാൽ പരിധിയുണ്ട്, എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ വാതിൽ തുറന്നാൽ പരിധിയില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി എൻ്റെ ദൈവമേ, നിൻ്റെ ഒരു അനുഗ്രഹം എൻ്റെ മേൽ വ്യാപരിക്കണം. കൊതിക്കുന്ന ദൈവമക്കൾ ഇവിടെ ഉണ്ടെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിൻ്റെ അഭിമാനം ഒന്നും ഓർക്കാതെ മാന്യതയുടെ മുഖംമൂടിയൊക്കെ ഒന്ന് വലിച്ചു പറിച്ചു മാറ്റി വെച്ചിട്ട് ഇരിക്കുന്ന ഇരിപ്പിൽ കൺവെൻഷൻ ഗ്രൗണ്ടാണ് എന്നൊന്നും ചിന്തിക്കാതെ ശബ്ദമുയർത്തി വാ തുറന്ന് പ്രാർത്ഥിച്ചു. നിന്റെ കുടുംബത്തിൽ കൂട്ടുപിറന്ന പല പ്രിയപ്പെട്ടവരും അനുഗ്രഹിക്കുന്ന അനുഭവിക്കുന്ന സമൃദ്ധികൾക്ക് നടുവിൽ കയറി കിടക്കാൻ ബംഗ്ലാവില്ലെങ്കിലും, ഓടിച്ചു കൊണ്ടുവരുവാൻ മോഡൽ കാറില്ലെങ്കിലും, എൻ്റെ ദൈവത്തിൻ്റെ അനുഗ്രഹം എൻ്റെ മേൽ വ്യാപരിച്ചാൽ നാളെ നടത്താൻ ഇരുട്ടിൻ്റെ ശക്തികൾ, എൻ്റെ കുടുംബത്തിന് നേരെ കരുതി വച്ചിരിക്കുന്ന കണികൾ ഇന്ന് രാത്രി അനുഗ്രഹത്തിന് വഴിമാറും എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഈ പ്രാർത്ഥനയുടെ വാചകം ഇരിക്കുന്ന ഇരിപ്പിൽ ഉയർത്തണം. കേട്ടോ, ദൈവത്തിന് മഹത്വം. പരിശുദ്ധാത്മ നിയോഗത്തോടുകൂടെ ഞാൻ ഈ പുൾപിറ്റിൽ വിശ്വസിക്കുന്ന ദൈവമക്കളുടെ മുൻപിൽ വിളിച്ചു പറയുന്നു: എത്ര കൊടിയ അനർത്ഥങ്ങളാണ് എൻ്റെ ദൈവം നിന്റെ കുടുംബത്തിന് മുൻപിൽ ഉയർത്തി നിർത്തിയിരിക്കുന്നതെന്ന് അനുവദിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് രാത്രി പ്രാർത്ഥനയ്ക്ക് മുൻപിൽ സ്വർഗം അതിനെ അഴിച്ചു മാറ്റുമെന്ന ബോധ്യത്തോടെ എല്ലാവരും ശക്തമായി പ്രാർത്ഥിച്ചു തുടങ്ങണം. ജോർജ് മുള്ളറിന്റെ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ 10,000 അനാഥ കുട്ടികളുടെ ചരിത്രം എൻ്റെ ദൈവം വഴിമാറ്റിയവനാണെങ്കിൽ, ഹെഡ്സൺ ടൈലറിന്റെ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ ചൈനയുടെ സുവിശേഷ പ്രവർത്തനത്തിന്റെ ചരിത്രത്തെ എൻ്റെ ദൈവം വഴിമാറ്റിയ ദൈവമാണെങ്കിൽ, ഇന്ന് രാത്രി നിന്റെ വിഷയത്തിന് നടുവിൽ എൻ്റെ ദൈവം അനർത്ഥത്തെ വഴിമാറ്റുന്ന ദൈവമാണ് എന്ന ബോധ്യമുണ്ടെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിൽ ലജ്ജ കൂടാതെ ആ വലതുകരം ഉയർത്തി പ്രാർത്ഥിക്കാമെങ്കിൽ ആ വലതുകരം ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചു: നീ എന്നെ നിശ്ചയമായും ഒന്ന് അനുഗ്രഹിക്കണം. 2, നീ എന്നെ അനുഗ്രഹിച്ച് എൻ്റെ ഇന്നത്തെ പരിമിതികളുടെ അതിർത്തികളെ ഒന്ന് വിശാലമാക്കണം. സ്തോത്രം. എൻ്റെ അതിർത്തികളെ പൊളിച്ചു മാറ്റാൻ എന്നെ നയിക്കുന്നവർക്ക് പറ്റില്ല. എന്നാൽ ഇന്ന് രാത്രി നിന്റെ കരം ഉയർന്നാൽ എൻ്റെ ശുശ്രൂഷയുടെ അതിർത്തികൾ പൊളിച്ചു മാറ്റപ്പെടും, എൻ്റെ ഭൗതികതയുടെ അതിർത്തികൾ പൊളിച്ചു മാറ്റപ്പെടും, എൻ്റെ ആരോഗ്യത്തിൻ്റെ അതിർത്തികൾ പൊളിച്ചു മാറ്റപ്പെടും. എൻ്റെ അതിർത്തി നീ ഒന്ന് വിശാലമാക്കണം. മാത്രമല്ല, ദൈവത്തിന് സ്തോത്രം, നിന്റെ കൈ എൻ്റെ കൂടെ ഇരിക്കണം. ഏത് അധികാരികളുടെ കൈ കൂടിയിരുന്നാലും ഗതികേടിൻ്റെ ഒറ്റത്തടി പാലത്തിൽ കയറുമ്പോൾ അതൊന്നും സഹായിക്കാൻ പര്യാപ്തമാകില്ല. എന്നാൽ നിന്റെ കൈ എൻ്റെ കൂടെ ഇരുന്നാൽ ഏത് അനർത്ഥവും എൻ്റെ ജീവൻ്റെ മേൽ ഉയരാൻ അവിടുന്ന് അനുവദിക്കില്ല. എൻ്റെ അനർത്ഥത്തെ വഴിമാറ്റുന്ന ദൈവമേ, നിന്റെ കൈ എൻ്റെ കൂടെ ഇരിക്കണം. ഒടുവിലത്തെ പ്രാർത്ഥന: അനർത്ഥം എനിക്ക് വ്യസന കാരണമായി മാറാതെ എന്നെ കാത്തുകൊള്ളുകയും ചെയ്തിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും കൂടെ ചേർന്ന് ആ കരങ്ങൾ, വലത് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ശബ്ദമുയർത്തി ഒന്ന് പറയണം: അനർത്ഥം വ്യസന കാരണമായി മാറരുത്. ഒന്ന് ശബ്ദം ഉയർത്തി പറഞ്ഞേ, പോരാ, എല്ലാവരും കൂടെ പറഞ്ഞേ, അനർത്ഥം. ശബ്ദം ഉയരട്ടെ. എല്ലാ ദൈവമക്കളും ശബ്ദം ഉയർത്തി പറഞ്ഞേ: എൻ്റെ കുടുംബത്തിനകത്തെ അനർത്ഥം എനിക്ക് വ്യസന കാരണമായി മാറരുത്. അനർത്ഥം. ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആഴത്തിൽ ചിന്തിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഇത് കേവലം പ്രസംഗം കേട്ടുമടങ്ങുന്ന രാത്രിയാകരുത്. ഇതിന്ന് രാത്രി നിങ്ങൾ നിയോഗം ഏറ്റെടുത്ത് മടങ്ങുന്ന രാത്രിയാകണം. എത്രയോ കുടുംബങ്ങളെ അനർത്ഥം വിഴുങ്ങി. എന്നാൽ ദൈവം നിന്നെ പാലിച്ച് നിന്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ ദൈവത്തിൻ്റെ കൃപയുടെ മഹത്വം കൊണ്ടാണ് എന്ന് തിരിച്ചറിയുന്നെങ്കിൽ കൺവെൻഷൻ ഗ്രൗണ്ടിലാണ് ഇരിക്കുന്നതെന്നുള്ള ലജ്ജയോടെ ഇരിക്കേണ്ട, ശക്തിയോടെ പ്രാർത്ഥിക്കണം. അനർത്ഥം എനിക്ക് വ്യസന കാരണമായി മാറരുത്. എത്ര പ്രിയപ്പെട്ടവർ ആത്മാവിൽ പ്രാർത്ഥിക്കും? ഗ്ലോറി, ദൈവത്തിന് മഹത്വം. ഈ ദൂത് ഞാൻ ഇവിടെ പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തോട് ദൈവാത്മാവ് തരികയാണ്. ഇത് നിയോഗത്തോടെ നിലവിളിക്കുന്ന ദൈവമക്കൾ ഇതിനകത്ത് ഇരിപ്പുണ്ട് കേട്ടോ. നിന്റെ പുറകിൽ ജീവൻ്റെ
കരം ചലിച്ചാൽ, പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നൽകുന്ന നിയോഗത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു, നിന്റെ പുറകിൽ ജീവന്റെ കരം ചലിച്ചാൽ ആ ബയോപ്സി റിപ്പോർട്ട് ക്യാൻസറായി മാറത്തക്ക വിധം, ആ ഹൃദയാഘാതം ജീവൻ എടുക്കത്തക്ക വിധം, ആ ആക്സിഡന്റ് മരണത്തിന്റെ ദൂതനാകത്തക്ക വിധം ഇരുട്ടിന്റെ ശക്തികൾ ഒരുക്കി വെച്ചിരിക്കുന്ന ചില കലണ്ടർ ഡേറ്റുകൾ നിന്റെ മുൻപിലുണ്ടെങ്കിലും അത് പ്രാർത്ഥനയ്ക്ക് മുൻപിൽ ഉയർന്നാൽ അത് തിന്മയ്ക്കല്ല, അത് നന്മയ്ക്കാക്കി മാറ്റത്തക്ക വിധം എൻ്റെ ദൈവത്തിൻ്റെ കരം ചലിക്കുകയാണ്. വ്യക്തമായ ദൈവനിയോഗങ്ങൾക്ക് മുൻപിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവചന ദൂതിന് പ്രസക്തിയുണ്ടെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി വാപൂട്ടിയിരിക്കരുത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങൾ പറയട്ടെ, കഴിഞ്ഞ IPC ഈസ്റ്റർ ഡിസ്ട്രിക്റ്റിൻ്റെ കൺവെൻഷൻ ഞങ്ങൾ ഏപ്രിൽ മാസത്തിൽ നടത്തുന്ന സമയത്ത് എൻ്റെ അനുഭവം വ്യക്തിപരമായി ഞാനിത് പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ഒരു സാധു, ഒരു ദൈവഭൃത്യൻ ഇങ്ങനൊരു പ്രസംഗിച്ചു. പ്രസംഗത്തിനിടയിൽ വന്നൊരു ദൂത എന്നോട് ദൈവാത്മാവ് ഒരു നിയോഗം തരുന്നു. എന്താ നിയോഗത്തിന് കാതോർത്തപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്, ഈ വേദിയിലിരിക്കുന്ന ഒന്നിലധികം ദൈവദാസന്മാരെ അധികം ദിവസങ്ങൾക്കുള്ളിൽ മുൻപോട്ട് പോകുന്നതിന് മുൻപ് അനർത്ഥകരമായ മരണത്തിലൂടെ ഈ ഭൂമിയിൽ നിന്ന് ദൗത്യകാലം തീരും മുൻപ് വെട്ടിമാറ്റാൻ ഇരുട്ടിന്റെ ശക്തികൾ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു. പ്രാർത്ഥിച്ചുണരുക, അനർത്ഥം വഴിമാറും. സ്തോത്രം. നിങ്ങൾ പലരും ഇരിക്കുന്ന പോലെ അന്ന് എല്ലാവരും ഇരുന്നേച്ച് ദൈവത്തിന് സ്തോത്രം ഇത് വിഴുങ്ങിയേച്ച് എഴുന്നേറ്റ് പോയി. കാരണം കുറേ നാളുണ്ട് ഇതിനോടങ്ങ് പരിചയിക്കുന്നു. അങ്ങനെ കേട്ട് ഇന്ന് പറയുന്നവർക്കും ഗൗരവമില്ല, കേൾക്കുന്നവർക്കും ഗൗരവമില്ല. എന്നാൽ അന്ന് രാത്രി ഞാൻ അതിനെ ഗൗരവരഹിതമായി വിട്ടില്ല. ഞാൻ അന്ന് രാത്രി ഈ ദൈവദാസനുമായിട്ട് ഒരുമിച്ച് ഒരു ഗ്രൗണ്ടിൻ്റെ ഭാഗത്തേക്ക് അദ്ദേഹത്തെ വീട്ടിൽ വിടാതെ ഒരുമിച്ച് കാറിൽ കയറിയിരുന്ന് കൈകോർത്ത് പിടിച്ച് ആത്മാവിൽ പ്രാർത്ഥിച്ചു. ഞാനൊരു വസ്തുത ദൈവഭൃത്യന്മാരോട് പറയാം, നാളെ നടത്താൻ ശുശ്രൂഷയ്ക്ക് നേരെ ഇരുട്ടിന്റെ ശക്തികൾ കരുതി വച്ചിരിക്കുന്ന കണികളെ ഇന്നത്തെ പ്രാർത്ഥനയിൽ മുറിക്കാൻ കഴിവുള്ള ദൈവശക്തി അനുഭവിക്കുന്ന ദൈവമക്കളുടെ നടുവിൽ ഇന്ന് രാത്രി, ഈ 8-ാം തീയതി രാത്രിയും ചലിക്കുന്നുണ്ട്. ഇത് സങ്കല്പമല്ല, ഇത് ഭാവനയല്ല, ഇത് കോട്ടയം പുഷ്പരായിന്റെ ഡിറ്റക്റ്റീവ് നോവലിലെ കൊട്ടേഷൻ അല്ല. അതിന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന നിനക്ക് മുൻപിൽ സംഭവിക്കും. ദൈവമക്കൾ ആത്മാവിൽ തിരിച്ചറിയണം. ദൈവത്തിന് സ്തോത്രം. എന്തിനേറെ ഞാൻ പ്രാർത്ഥിച്ച് ദൈവാത്മാവിൻ്റെ നിയോഗം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീട്ടിലേക്ക് പോയി. ചില ദിവസങ്ങൾക്കുള്ളിൽ ഒരു കർത്തൃദാസന്റെ വാഹനം പോസ്റ്റിലിടിച്ച് അദ്ദേഹത്തിൻ്റെ തല തകർന്ന് ആ ഡെഡ് ബോഡിയുടെ തലയിൽ മുഴുവൻ ഇരുമ്പ് കുത്തിക്കെട്ടുകളുമായിട്ട് ബോഡി കിടക്കുമ്പോൾ ഒടുവിലത്തെ രംഗത്ത് ഞാൻ അവിടെ കണ്ണുനീരോടെ ചില ദിവസങ്ങൾക്കുള്ളിൽ നിന്നു. ഞാൻ ഓർത്തു ഇത് മാത്രമേ കാണുകയുള്ളൂ. എന്നാൽ അധികം താമസിക്കാതെ ഒരു പ്രഭാതത്തിൽ ചില ദിവസങ്ങൾക്കുള്ളിൽ മറ്റൊരു ദൈവദാസൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതാ ചെത്തോങ്കര റൂട്ടിലെ സ്തോത്രം അതേ പെട്രോൾ പമ്പിന്റെ മുൻപിൽ ഒരു ആക്സിഡന്റ് നടന്നിരിക്കുന്നു. ആ ദൈവദാസന്റെ ശരീരം തകർന്നു കഴിഞ്ഞു, മരണം സംഭവിച്ചു. ഞാൻ ഓടിയെത്തുമ്പോൾ അക്കരെ ദൈവത്തിന് സ്തോത്രം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഇൻക്വസ്റ്റ് തയ്യാറാക്കാൻ കിടക്കുന്ന ഡെഡ് ബോഡിയിലേക്ക് നോക്കിയപ്പോൾ ഞാൻ ഒന്ന് കണ്ടിട്ട് കരഞ്ഞാണ് അവിടെ നിറങ്ങിയത്. അതുപോലെ ചിതറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ഈ ദൂത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ വസ്തുത പറയട്ടെ, ഒരു നിയോഗം ദൈവാത്മാവ് നൽകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ അഴിച്ചു മാറ്റാനുള്ള ദൈവദൂതഗണങ്ങളുടെ കാവലുണ്ട് എന്ന് തിരിച്ചറിയുന്ന ഒരു ദൈവദാസനോ ദൈവപൈതലോ ഇതിനകത്തുണ്ടെങ്കിൽ ഇന്നലെ പ്രസംഗം കേട്ട ലാഘവത്തോടെ ഈ ദൂതിൻ്റെ മുൻപിൽ ഇരിക്കരുത്. നിന്റെ ഭവനത്തിനെതിരെ, നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ, നിന്റെ തലമുറയ്ക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ സഭയ്ക്കെതിരെ വരാൻ തുടങ്ങുന്ന ചില അനർത്ഥങ്ങളെ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ അഴിച്ചു മാറ്റാൻ കഴിവുള്ള എൻ്റെ ദൈവത്തിൻ്റെ കരം ഇതിനകത്ത് ഉയർന്നു നിൽക്കുകയാണ്. ഈ ഗ്രൗണ്ടിൽ ഇത്രയും ദൈവമക്കൾ വിട്ടുകൊടുത്ത് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, വിട്ടുകൊടുത്ത് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ മേഘം പോലെ മൂടുന്ന ദൈവത്തിൻ്റെ തേജസ് ഈ ഗ്രൗണ്ടിന് മീതെ നിഴൽ വിരിച്ചു നിൽക്കുന്നതും, ഹോരേബിൽ വെളിപ്പെട്ട ദൈവത്തിൻ്റെ തേജസ് ഇരിക്കുന്ന കസേരയിലിരുന്ന് ആരാധിക്കുന്ന നിന്റെ ശരീരത്തിൻ്റെ കോശങ്ങൾ അറിയത്തക്ക വിധം ചുറ്റിച്ചുഴന്നു നിൽക്കുന്നതും, ഇരുട്ടിൻ്റെ ശക്തികൾ വെച്ചിരിക്കുന്ന ചില തീയമ്പുകൾ ആത്മമണ്ഡലത്തിൽ അഴിഞ്ഞു മാറുന്നതും, മരുഭൂമിയിൽ നിന്നൊരു കൊടുങ്കാറ്റ് ദൈവത്തിൻ്റെ ദാസൻ യോബിൻ്റെ മക്കൾ പാർക്കുന്ന വീടിന് നേരെ പാഞ്ഞടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെ വഴിയിൽ തടയാൻ കഴിവുള്ള ദൈവത്തിൻ്റെ കരം നിന്റെ പ്രാർത്ഥനാ വിഷയത്തിൻ്റെ മേൽ നിനക്കെതിരെ ഉയരുന്ന അനർത്ഥങ്ങളെ തടയാൻ ഈ ഗ്രൗണ്ടിൽ ചലിക്കുന്നതും തിരിച്ചറിയുന്ന ദൈവമക്കൾ പേഴുംപാറ കൺവെൻഷനിൽ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു തുടങ്ങിയിട്ട് ശബ്ദമുയർത്തി വിളിച്ചു പറയണം, ഇതൊരു സാധാരണ രാത്രിയല്ല, ഇതൊരു സാധാരണ രാത്രിയല്ല. അഭിഷിക്തന്മാർ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ നിയോഗത്തോടെ പ്രാർത്ഥിക്കട്ടെ. ചില വ്യക്തികളെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഈ ഗ്രൗണ്ടിൽ ദൈവത്തിന് ആത്മാവ് ഇടപെടുമ്പോൾ പരിഹാസ സ്വരത്തോടെ മനസ്സ്
മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന വ്യക്തികളോട് ദൈവാത്മാവ് ഈ മുന്നറിയിപ്പ് വ്യക്തമായി പറയുകയാണ്. അച്ചാച്ചന്മാരെ, എന്നെ കച്ചവടം ചെയ്യരുതേ എന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈജിപ്ഷ്യൻ കച്ചവടക്കാരുടെ വാഹന മൃഗത്തിന് നേരെ വലിഞ്ഞിഴയുന്ന ജോസേഫിന്റെ ചരിത്രത്തിന്റെ അനർത്ഥത്തെ ഒരു കിരീടത്തിന് വേണ്ടി വഴിമാറ്റിയ ദൈവമാണ് ഞാൻ ആരാധിക്കുന്ന ദൈവമെങ്കിൽ, മക്കളുടെ 10 ഡെഡ് ബോഡികൾ വീടിന്റെ മുൻപിൽ നിലപിടിച്ചപ്പോൾ അധികം താമസിക്കാതെ അവന്റെ അനർത്ഥത്തെ നഷ്ടപ്പെട്ടതിനെ മടക്കി കൊടുത്തുകൊണ്ട് വഴിമാറ്റിയ ദൈവമാണ് ഞാൻ ആരാധിക്കുന്ന ദൈവമെങ്കിൽ, 50 മുഴം ഉയരമുള്ള കഴുകുമരം ഒരുക്കി ഒരു ജനതയെ കൊന്നുമുടിക്കാൻ രാജാവിന്റെ മോതിരത്തിന്റെ ഒപ്പുമായി പദ്ധതി തയ്യാറാക്കുന്ന ഹാമാന്റെ കുതന്ത്രങ്ങളെ തകർത്ത് കഴുകുമരം ഒരുക്കിയവന്റെ കഴുത്തിലേക്ക് തന്നെ അതിനെ തിരിക്കത്തക്ക വിധം ചരിത്രത്തിൽ ഇടപെട്ട ദൈവമാണ് ഞാൻ പ്രസംഗിക്കുന്ന ദൈവമെങ്കിൽ, ഇന്ന് രാത്രി ദൂത് മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നിന്റെ ഭവനത്തിനകത്ത് നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ, നിന്റെ തലമുറയ്ക്കെതിരെ ഉയർന്നു നിൽക്കുന്ന ചില മാരക അനർത്ഥങ്ങളെ, നിന്റെ ഗതികേടിന് നീ നിലവിളിച്ച് കരയുന്ന ചില മരണക്കിടക്കകളെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വഴിമാറ്റുന്ന ദൈവകരം വിശ്വസിക്കുന്ന ദൈവമക്കളുടെ മീതെ ഈ രാത്രി ചലിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ശബ്ദം ഉയർത്തി പറയണം. ഇതൊരു സാധാരണ കൺവെൻഷൻ യോഗമല്ല, അസാധാരണ ദൈവമഹത്വം പറന്നിറങ്ങുന്ന രാത്രിയാണ്. ഞാൻ സേവിക്കുന്ന ദൈവം അനർത്ഥം വഴിമാറ്റുന്ന ദൈവമാണ്. ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ജയം. ദർശനം കാണുന്ന ചില ദൈവമക്കൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്. വെളിപ്പാടുകൾ പങ്കുവെക്കാൻ നിയോഗം പ്രാപിച്ച ചില അഭിഷിക്തന്മാർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. അന്യഭാഷയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അധികാരത്തോടെ ചിലതിനെ ബന്ധിക്കാൻ ഭൂതാത്മാക്കളുടെ വ്യാപാരങ്ങളുടെ മേൽ ജയമെടുത്ത ദൈവമക്കൾ ചിലർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഓ ദൈവത്തിന് മഹത്വം. ആവാഹിച്ചു വിട്ട ദുരാത്മ വ്യാപാരങ്ങളുടെ പൈശാചിക പദ്ധതികളെ തകർക്കാൻ പരിശുദ്ധാത്മാവിന്റെ നിയോഗം പ്രാപിച്ച ചില അഭിഷിക്തന്മാർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. പരിശുദ്ധാത്മാവിന് രാത്രി യബ്ബേസിന്റെ പ്രാർത്ഥന നിന്റെ പ്രാർത്ഥനയായി നാവിൽ ഉയരട്ടെ. അനർത്ഥം എനിക്ക് വ്യസന കാരണമാകരുത്. പ്രാർത്ഥിക്കുമോ? ശബ്ദമുയർത്തുമോ? പോരാ. കർത്തൃദാസന്മാർ ആത്മാവിൽ പോരാടി തുടങ്ങിക്കാട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു സാധാരണ രാത്രി യോഗത്തെക്കാൾ പരിശുദ്ധാത്മാവ് ഇടപെടുന്ന രാത്രി യോഗമാണ്. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? എൻ്റെ വൈരികളും ശത്രുക്കളുമായി ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാൽ ഇന്ന് രാത്രി ദൂത് വായിലേറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ പ്രാർത്ഥന ഈ ഗ്രൗണ്ടിൽ നിന്നൊരു തീജ്വാല പോലെ ഉയരട്ടെ. ദൂത് കരങ്ങളിലെടുത്ത് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ പ്രാർത്ഥന ഈ ഗ്രൗണ്ടിൽ നിന്ന് രാത്രി തീജ്വാല പോലെ ഉയരട്ടെ. നിന്റെ നാവിൽ ഉയർന്നു നിൽക്കുന്ന പ്രാർത്ഥനയുടെ സ്വരങ്ങൾ ഔപചാരികതയുടെ പദങ്ങളല്ല, അതിൻ്റെ പുറകിൽ തീ പിടിക്കുന്ന ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്. രക്തത്താൽ ജയം. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ നിയോഗം ഏറ്റെടുക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ ധൈര്യത്തോടു കൂടെ പ്രാർത്ഥനയിൽ ഏറ്റെടുക്കണം. ഒരു സൈന്യം എന്നെ നേരെ പാളയമുറങ്ങിയാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്ന നിയോഗം അനുഭവിക്കുന്ന ദൈവമക്കൾ ആ 2 കൈകളും ഒന്ന് ഇരിക്കുന്ന ഇരിപ്പിലൊന്ന് ഉയർത്തിപ്പിടിച്ച് ലജ്ജ കൂടാതെ വാ തുറന്ന് ശബ്ദമുയർത്തി യേശുവേ. പോരാ കേട്ടോ, ശബ്ദമുയർത്തട്ടെ. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ പ്രതിവർഷം കേൾക്കുന്ന ശരണശക്തികളുണ്ട്. എന്നാൽ സകല ശരണശക്തികൾക്കും മീതെ വ്യാപരിക്കുന്ന ഒരു ശരണശക്തിയാണ് ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു എന്ന ശബ്ദം. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ വിളിച്ചു പറയണം. സകല നാമത്തിനും മേലായ നാമം, സകല മുഴങ്കാലും മടങ്ങുന്ന നാമം, സകല നാമത്തിനും മീതെയുള്ള നാമം, മണ്ണിൽ ഉടലെടുക്കാതെ വിണ്ണിൽ ഉടലെടുത്ത നാമം, ജനിക്കുന്നതിന് മുൻപേ സ്വർഗത്തിലെ അപ്പച്ചൻ പേര് കൊടുത്ത നാമം, അതാണ് യേശുവിന്റെ നാമമെങ്കിൽ ഈ രാത്രി പ്രവചിച്ചു പറയുന്നു, നിന്റെ അനർത്ഥങ്ങളെ വഴിമാറ്റാൻ എൻ്റെ ദൈവത്തിന്റെ കരത്തിന് കഴിയും. ആ നാമത്തിന് ശക്തിയുണ്ട്. ശ്രദ്ധിക്കണേ, അനർത്ഥം എന്നാൽ എന്താണ്? ശ്രദ്ധിച്ചു കേൾക്കുക. അനർത്ഥം എന്നാൽ എന്താണ്? ഭക്തന്മാരുടെ ജീവിതത്തിൽ അനർത്ഥം ഉണ്ടാകുമോ? കഷ്ടതയും അനർത്ഥവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അനർത്ഥം വരുവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? അനർത്ഥം വഴിമാറാൻ എന്ത് ചെയ്യണം? ഏറ്റവും വലിയ അനർത്ഥം എന്താണ്? ഒന്ന് കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ട് ഒന്നുകൂടെ ശക്തിയോടെ ശ്രദ്ധിക്കുക. ഈ രാത്രി നിങ്ങളുടെ ഉള്ളിലോട്ട് ഈ വചനം ഒന്ന് കയറണം. സൂചിക്കുഴയിൽ നൂല് കയറ്റുമ്പോൾ തയ്യക്കാർക്ക് ഒരു ഏകാഗ്രതയില്ലേ?
അതുപോലെ ഏകാഗ്രമായി. ഒന്ന്, അനർത്ഥം എന്നാൽ എന്താണ്? രണ്ട്, അനർത്ഥത്തിൻ്റെ ഭക്തന്മാരുടെ ജീവിതത്തിൽ, വിശുദ്ധിയോടെ ദൈവത്തെ സേവിക്കുന്ന ഭക്തന്മാരുടെ ജീവിതത്തിൽ അനർത്ഥം സംഭവിക്കുമോ? അനർത്ഥത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും വലിയ അനർത്ഥം എന്താണ്? അനർത്ഥം വഴിമാറാൻ എന്ത് ചെയ്യണം? ഇന്ന് രാത്രി തികച്ചും ഏകാഗ്രതയോടെ ഈ വചനത്തിൽ നിങ്ങളുടെ ശ്രദ്ധയൂന്നുക. എന്താണ് അനർത്ഥം? ഉത്തരം ഞാൻ പറയാം. ദൈവസാന്നിധ്യമില്ലാത്ത ദുരന്തമാണ് അനർത്ഥം. എല്ലാവരും കൂടെ പറയാമോ? ഇത് ബൈബിൾ ക്ലാസ് അല്ല, എങ്കിലും നിങ്ങളുടെ ഉള്ളിലോട്ട് ഒന്ന് കയറണം. എന്താ? ശബ്ദം ഉയർത്തിയ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് പറഞ്ഞേ, എന്താ അനർത്ഥം? ദൈവസാന്നിധ്യമില്ലാത്ത ദുരന്തമാണ് അനർത്ഥം. ഭക്തന്റെ കഷ്ടത അനർത്ഥമല്ല. ഭക്തന്റെ കഷ്ടത നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പദ്ധതിയാണ്. കഷ്ടത വേറെ, അനർത്ഥം വേറെ. ദൈവസാന്നിധ്യമില്ലാത്ത ദുരന്തം, അതാണ് അനർത്ഥം. ഞാൻ ഈ രാത്രി പറയാം, ദൈവസാന്നിധ്യം അനുഭവിക്കുന്നവന്റെ കഷ്ടത വേറെ, ദൈവസാന്നിധ്യമില്ലാത്ത ദുരന്തം വേറെ. ദുരന്തമുണ്ട്, ദൈവസാന്നിധ്യമില്ലാത്ത ദുരന്തം. എന്നാൽ കഷ്ടതയും അനർത്ഥവും തമ്മിൽ വ്യത്യാസമുണ്ട്. ദൈവത്തിന് സ്തോത്രം. രമേശ് എന്ന ഒരു ചെറുപ്പക്കാരൻ, വയസ്സ് 30 അടുത്തുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആഗ്രയിലാണ് താമസം. നടന്ന സംഭവമാണ്. രാത്രി 10 മണിയാകുമ്പോൾ ടാറ്റ സുമോ കാർ ഓടിച്ച് ടാക്സി ഡ്രൈവറായ അദ്ദേഹം, ദൈവത്തിന് സ്തോത്രം, തൻ്റെ അമ്മയുടെ അടുക്കലേക്ക് കയറി ചെല്ലും. അമ്മയ്ക്ക് ഒരു മുറുക്കാൻ പൊതി കൊടുക്കും. അമ്മ ആ മുറുക്കാൻ കഴിക്കും. മകനുള്ള ഭക്ഷണം വിളമ്പും. രമേശും കുടുംബവും സമാധാനമായി കഴിയുകയാണ്. പക്ഷേ രാത്രി 10 മണി. അന്ന് രാത്രി മകൻ എത്തിയില്ല. 11 മകൻ മുറുക്കാൻ പൊതിയുമായി വന്നില്ല. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആ വൃദ്ധ മനുഷ്യൻ, വൃദ്ധ സ്ത്രീ 12 വരുമെന്ന് വിചാരിച്ചു. നടന്നില്ല. 1 മണിയായി, 2 മണിയായി, ഇല്ല 3 മണിയായി, വെളുപ്പിന് 4 മണിയായി. അമ്മ ഉറങ്ങാതെ കാത്തിരിക്കുകയാണ്. ആ 5 മണി കഴിഞ്ഞു. വെള്ള കീറിയപ്പോൾ ഈ മാതാവ് ഓടിക്കിതച്ച് ആഗ്ര പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു. പറഞ്ഞു, സാറേ, എൻ്റെ മോനെ കണ്ടില്ല. അവൻ രാത്രി 10 മണിക്ക് വരും. എനിക്കുള്ള മുറുക്കാൻ പൊതി അവൻ്റെ കയ്യിൽ കാണും. പക്ഷെ ഇന്നലെ രാത്രി അവൻ വന്നില്ല. പോലീസ് ഒരു സാധാരണ സംഭവം കേസ് രജിസ്റ്റർ ചെയ്തു. എങ്കിലും ഒരു ചെറിയ അന്വേഷണം CCTV ക്യാമറകളെ കേന്ദ്രീകരിച്ച് നടന്നു. അപ്പോൾ രാത്രിയിൽ 10 മണിക്ക് മുറുക്കാൻ പൊതി വാങ്ങിക്കും എന്ന് പറഞ്ഞ കടയുടെ മുൻപിൽ ചെന്ന് മുറുക്കാൻ പൊതി കക്ഷി വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ മുറുക്കാൻ പൊതി വാങ്ങിച്ചിട്ട് ആ കടക്കാരൻ പറഞ്ഞു, തൊട്ടടുത്തുള്ള ഒരാളുമായി സംസാരിച്ച് ഒരു വണ്ടിയുടെ അടുക്കലേക്ക് പോകുന്നത് കണ്ടു. ദൈവത്തിന് സ്തോത്രം. പിന്നൊന്നും അറിയില്ല. അപ്പുറത്ത് എന്താ നടന്നെന്നും അറിയില്ല. എന്തായാലും ആളിനെ കണ്ടില്ല. തൊട്ടടുത്ത 200-ലധികം പോലീസ് സ്റ്റേഷനിലേക്ക് പോലീസ് റിപ്പോർട്ടുകൾ നൽകി. സമാനമായ സംഭവം നിരവധി ചെറുപ്പക്കാർ അപ്രതീക്ഷിതമായി രാത്രിയിൽ അപ്രത്യക്ഷമായിട്ടുണ്ട്. ഇന്ത്യയിൽ നടന്ന സംഭവമാണ്. ഒടുവിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു മന്ദഗതിയിൽ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ആഗ്രയുടെ ഒരു ഭാഗത്ത്, ഒരു മുതലക്കുളത്തിൻ്റെ ഭാഗത്തുകൂടെ നടന്നു നീങ്ങുമ്പോൾ കാണുകയാണ് ഒരു ടാറ്റ സുമോ കാർ കൊണ്ടുവന്നിട്ടിട്ട് അതിൻ്റെ പുറകിൽ നിന്ന് മാംസാവശിഷ്ടങ്ങൾ ഈ മുതലക്കുളത്തിലേക്ക് വലിച്ചെറിയുകയാണ്. ഈ നടപ്പുകാരൻ നോക്കിയപ്പം ഒരു ഞെട്ടിപ്പിക്കുന്ന കാഴ്ച. അത് മറ്റൊന്നല്ല, അപ്പോൾ ഈ മനുഷ്യൻ കയ്യിലെടുത്ത് വലിച്ചെറിഞ്ഞത് കേവലം മാംസാവശിഷ്ടമല്ല, ഒരു മനുഷ്യൻ്റെ, ഒരു ചെറുപ്പക്കാരൻ്റെ തലയാണ്. ദൈവത്തിന് സ്തോത്രം. വന്നു വീണതും മുതല വെട്ടി വിഴുങ്ങിയതും ഒരുപോലെ. ഇയാൾ നേരെ അടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് എന്നിട്ട് പറഞ്ഞു, ആ മുതലക്കുളത്തിൽ മനുഷ്യാവശിഷ്ടങ്ങൾ വലിച്ചെറിയുന്ന കാഴ്ച ഞാൻ കണ്ടു. ഒരു വണ്ടി കൊണ്ടുവന്നിട്ടാണ് അത് സംഭവിച്ചിട്ടുള്ളത്. പോലീസ് അവിടെ എത്തി. അപ്പോഴേക്കും ആൾ അവിടെ നിന്ന് മുങ്ങിയിരുന്നു. JCBയുടെ സഹായത്തോടുകൂടെ മുതലക്കുളത്ത് നിന്നും അടിയിൽ നിന്നും മണ്ണ് വാരി പൊക്കിയെടുത്തപ്പോൾ അവശിഷ്ടങ്ങൾ മനുഷ്യ ശരീരത്തിൻ്റേത്. അതിൽ നടത്തിയ DNA ടെസ്റ്റിൽ ഈ അമ്മയുടെ മകൻ രമേശിൻ്റെ DNA കൃത്യമായി യോജിക്കുന്ന ശരീരാവശിഷ്ടം കിട്ടി. പോലീസ് ഞെട്ടി. ദേവേന്ദ്ര പ്രസാദ് എന്നറിയപ്പെടുന്ന ഒരു ഡോക്ടറിൻ്റെ ക്ലിനിക്കിൻ്റെ മുൻപിൽ ചെന്ന് ഈ അന്വേഷണം നിന്നു.
പൊതുവിൽ കണ്ടാൽ കുഴപ്പമൊന്നുമില്ല, കൊച്ചൊരു മെഡിക്കൽ ക്ലിനിക്കാണ്. പക്ഷേ ഇയാളുടെ അക്കൗണ്ട് അതെ പോലീസുകാർ പരിശോധിച്ചപ്പോൾ ഞെട്ടി. കോടിക്കണക്കിന് രൂപ ഈ അക്കൗണ്ടിലൂടെ കയറി ഇറങ്ങിയിട്ടുണ്ട്. ഒടുവിലാണ് ആ ഭീകര മാഫിയ സംഘത്തെക്കുറിച്ച് ഗവൺമെന്റിന് മനസ്സിലാകുന്നത്. സ്തോത്രം. വാഹനങ്ങളിൽ എത്തിച്ചേരുന്ന ആളുകളെ സ്നേഹത്തോടെ വിളിച്ച് മറ്റൊരിടത്തേക്ക് മാറ്റി നിർത്തി സ്വകാര്യ സംഭാഷണത്തിൽ ഏർപ്പെടുകയും ക്ലോറോഫോം ഉപയോഗിച്ച് മുഖം പൊത്തി സെക്കൻഡുകൾ കൊണ്ട് മയക്കി ടാറ്റാ സുമോയിലോട്ട് കയറ്റുകയും ടാറ്റാ സുമോയുടെ പുറകിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന താൽക്കാലിക ഓപ്പറേഷൻ തിയേറ്റർ പോലെയുള്ള സംവിധാനത്തിലൂടെ നിമിഷ നേരം കൊണ്ട് കൊന്നുമാറ്റിയതിന് ശേഷം കഴുത്തറത്ത് വയറ് കീറി കിഡ്നിയും മറ്റവയവങ്ങളും നിമിഷ നേരം കൊണ്ട് പാക്കറ്റിലാക്കി അതിവേഗ ഫ്രീസിയറിലേക്ക് നീക്കി വൻകിട മെട്രോപൊളിറ്റൻ ഹോസ്പിറ്റലുകളിൽ എത്തിച്ചു കൊടുക്കുന്ന കോടികളുടെ വിറ്റുവിരിവുള്ള ഒരു വലിയ മാഫിയ സംഘത്തെ ഗവൺമെന്റ് കുടുക്കി. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം ഞാനിന്ന് രാത്രി ചോദിക്കട്ടെ, ഇന്ത്യയിലും ഇതുപോലെയുള്ള സ്ഥലങ്ങളിലും ഇത്തരം ആയിരക്കണക്കിന് ദുരന്തങ്ങൾ നടക്കുമ്പോൾ നിന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന് ഒന്ന് കരമുയർത്തി സ്തോത്രം പറയാമോ? ശബ്ദമുയർത്തി വായി തുറന്നൊന്ന് സ്തോത്രം ചെയ്യാൻ കഴിയുമോ? ഒന്ന് കരമുയർത്തിക്കേ. ഇരിക്കുന്ന ഇരിപ്പിലൊന്ന് ശബ്ദമുയർത്തി കരമുയർത്തിക്കേ. ഇതുപോലെ ആയിരക്കണക്കിന് ദുരന്തങ്ങൾ നിന്റെ ചുറ്റും നടക്കുമ്പോൾ നിന്റെ ജീവനെ തൊടാൻ അനുവദിക്കാതെ ഈ ആയുസിന്റെ ദിവസം വരെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ എന്നോടൊപ്പം സ്തോത്രം ചെയ്തിട്ട് പറയണം, എൻ്റെ വീടിന് നേരെ 2025 മാരക അനർത്ഥങ്ങൾ കയറി വന്നതാണ്. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾക്ക് മാത്രമേ ഈ ഗ്രൗണ്ടിൽ ഇരുന്ന് ദൈവത്തെ ആരാധിക്കാൻ കഴിയുകയുള്ളൂ. എൻ്റെ തലമുറയ്ക്ക് നേരെ അനർത്ഥങ്ങൾ കയറി വന്നതാണ്. എൻ്റെ ദൈവ സമയത്ത് അതിനെ വെട്ടിമാറ്റിയത് കൊണ്ടാണ് ഇന്ന് രാത്രി സമാധാനത്തോടെ ഇവിടെ ഇരുന്ന് ലജ്ജ കൂടാതെ പലരും സ്തോത്രം പറയാതെ വായടച്ചിരിക്കുമ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ എനിക്ക് നന്ദിയോടെ ആരാധിക്കാൻ കഴിയുന്നത്. ആത്മനിയോഗം അനുഭവിക്കുന്ന ദൈവവൈതലേ, ചില പ്രതികൂലങ്ങളുടെ കൊടുങ്കാറ്റുകൾ നിന്റെ തലമുറയ്ക്കെതിരെ, നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ ഒരു കൊടുങ്കാറ്റ് പോലെ അവൻ്റെ ആവനാഴിയിൽ നിന്ന് സജ്ജമാക്കുമ്പോൾ ഇരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് ഇത് വഴിവക്കിൽ കേൾക്കുകയായിരിക്കും, ഇത് ടെറസിൻ്റെ മുകളിൽ ഇരുന്ന് ശ്രദ്ധിക്കുകയായിരിക്കും. നിന്റെ ഭവനത്തിൻ്റെ മുകളിൽ ഇന്ന് രാത്രിയിൽ നിഴലാട്ടം നടത്തുന്ന ചില പ്രത്യേക മേഖലകളുണ്ട്. പ്രാർത്ഥനയ്ക്ക് നടുവിൽ ഞാൻ നിയോഗത്തോടെ വിളിച്ചു പറയുന്നു, നീ ഇരുന്ന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ഭവനത്തിൻ്റെ മുകളിൽ ഉയർന്നു നിൽക്കുന്ന ചില കൊടിയ ശാപത്തിൻ്റെ കെട്ടുകളെ ഇന്ന് രാത്രി പ്രാർത്ഥന നടക്കുമ്പോൾ ഇതിനകത്ത് അഴിച്ചെടുക്കാൻ കഴിവുള്ള എൻ്റെ ദൈവത്തിൻ്റെ കരം ബലത്തോടെ ചലിക്കുന്നുണ്ട്. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ ഒന്നിച്ചൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ഒരു കുപ്പി വിഷത്തിൽ അവസാനിക്കത്തക്ക വിധം, ഒരു റെയിൽവേ ട്രാക്കിൽ ചിതറിത്തെറിക്കത്തക്ക വിധം, ഒരു മരക്കൊമ്പിൽ അവസാനിക്കത്തക്ക വിധം, മാനസിക സമനില തകർത്ത് നിന്റെ കുടുംബത്തെ ഉടച്ചു മാറ്റത്തക്ക വിധം വാഗ്ദത്തത്തെ മുച്ചൂട് മുടിക്കാൻ നിന്റെ തലമുറയുടെ മേൽ പിടിമുറുക്കിയിരിക്കുന്ന ചില മാരക അപനർത്ഥങ്ങളെ ഇന്ന് രാത്രി പ്രാർത്ഥനയ്ക്ക് നടുവിൽ സ്വർഗം അഴിച്ചു മാറ്റുമെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദമുയർത്തി പറയണം, യേശുവിൻ്റെ നാമത്തിൽ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ നസറേയനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളുടെ കുടുംബങ്ങൾക്കകത്ത് അടുത്ത ദിവസങ്ങളിൽ ഉയരാൻ തുടങ്ങുന്ന ചില മാരക അനർത്ഥങ്ങൾ യേശുവിൻ്റെ നിയമരക്തത്താൽ ഇവിടെ അഴിഞ്ഞു മാറട്ടെ. വേദിയിലിരിക്കുന്ന ദൈവദാസന്മാർ ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ, ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ എതിരെ വരുന്ന വാഹനത്തിൻ്റെ അശ്രദ്ധ കൊണ്ട് പോലും നിന്റെ ശരീരത്തിന്മേൽ ഏൽക്കാവുന്ന അനർത്ഥങ്ങളെ എൻ്റെ ദൈവത്തിന് വഴിമാറ്റി വിടാൻ ഇന്ന് രാത്രി കഴിയുമെന്ന് തിരിച്ചറിയുന്നെങ്കിൽ ശബ്ദമുയർത്തി പറയണം, ഞാൻ സേവിക്കുന്ന ദൈവം സാധാരണക്കാരനല്ല, അനർത്ഥങ്ങൾ വഴിമാറ്റുന്ന ദൈവമാണ് ഞാൻ ആരാധിക്കുന്ന ദൈവം. പ്രാർത്ഥന ഉയരട്ടെ, പ്രാർത്ഥന ഉയരട്ടെ, പ്രാർത്ഥന ഉയരട്ടെ. കൃപാവരങ്ങളുടെ തരങ്ങൾ നാവിൽ എടുക്കാൻ കഴിയുന്ന ദൈവഭൃത്യന്മാർ ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിലിരുന്ന് ആത്മാവിൽ പോരാടി പ്രാർത്ഥിച്ചു തുടങ്ങണം. ഈ ശുശ്രൂഷയ്ക്ക് നടുവിൽ പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങൾക്കകത്തുനിന്ന് അനർത്ഥങ്ങൾ ഒഴിവാക്കേണ്ടതിന് ആ കരത്തെ ചലിപ്പിക്കുന്ന രാത്രിയാകട്ടെ. നിങ്ങൾക്കറിയാമോ, രാഹുൽ എന്ന 7 വയസ്സുകാരനെ പരിചയമുണ്ടോ? ആലപ്പുഴയാണ് വീട്, ആലപ്പുഴ. പൊന്നോമനക്കുട്ടൻ രാഹുൽ അമ്മയുടെ കൺമുൻപിൽ, അമ്മ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രാഹുൽ മുറ്റത്ത് കളിക്കുകയാണ്. മകന്റെ മറുപടി കേൾക്കാഞ്ഞത് കൊണ്ട് മോനെ രാഹുലേ എന്ന് പറഞ്ഞ് അമ്മ പുറത്തേക്ക് ഇറങ്ങി, കാണുന്നില്ല. അപ്രത്യക്ഷമായി. വർഷം എത്രയായി? 2015 നടന്ന സംഭവമാണ്.
ആ കുഞ്ഞിൻ്റെ ഒരു ചെരുപ്പിൻ്റെ വാറ് പോലും ഇന്ന് വരെ കണ്ടുകിട്ടിയിട്ടില്ല. 17 കൊല്ലമായി ഗൾഫിൽ ജോലി ചെയ്യുന്ന അപ്പൻ അവിടെ നിന്ന് തിരിച്ചു വന്നു ഏക കുഞ്ഞിൻ്റെ അന്വേഷണത്തിനായി. അമ്മയുടെ മനസ്സിൻ്റെ സമനില തെറ്റി. കഴിഞ്ഞ ദിവസം അപ്പൻ മരിച്ചു. അമ്മയുടെ മനസ്സ് തകർന്നതുകൊണ്ട് രാത്രിയിൽ പോലും കഥ കടയ്ക്കാതെ ആ അമ്മ എൻ്റെ മോൻ ഈ രാത്രി വരും എന്ന് പറഞ്ഞുകൊണ്ട് ഓടി വരുമ്പോൾ കഥ കടഞ്ഞു കിടക്കരുതെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് മാനസിക രോഗിയെപ്പോലെ അവിടെ കഴിയുന്നു. എത്രയോ കുടുംബങ്ങൾ അനർത്ഥത്തിൻ്റെ പിടിയിലായി. എന്നാൽ ദൈവം നിന്റെ തലമുറയ്ക്ക് നൽകിയ കരുതൽ നിന്റെ പ്രതിരോധ ശേഷിയുടെ കൂടുതൽ കൊണ്ടല്ല, നിന്റെ പ്രത്യേക കഴിവിനാലല്ല, കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ മതിലിനാലാണ് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ശബ്ദമുയർത്തി പറയണം. ഞാൻ സേവിക്കുന്ന ദൈവം സാധാരണക്കാരനല്ല. എൻ്റെ ദൈവം എൻ്റെ അനർത്ഥത്തെ വഴിമാറ്റുന്ന ദൈവമാണ്. ശബ്ദമുയർത്തിയെന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. എല്ലാ നാവിൽ നിന്നും പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ചോദിക്കുന്നു, ഭക്തന്മാർക്ക് അനർത്ഥമുണ്ടാകുമോ? ഉറപ്പായി പറയാം, ഭക്തന്മാർക്ക് അനർത്ഥമുണ്ടാകില്ല. ഭക്തന്മാർക്ക് കഷ്ടതയുണ്ടാകും. കഷ്ടത വേറെ, അനർത്ഥം വേറെ. ഭക്തന്മാരുടെ കഷ്ടത അവനെ തകർക്കില്ല. ഇനി മരണമായാൽ പോലും ആ കഷ്ടതയുടെ പുറകിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ഇന്ന് രാത്രി കരങ്ങൾ ഉയർത്തിപ്പിടിക്കാമോ? ആ കരം ഉയർത്തിക്കൊണ്ട് പറയണം, എൻ്റെ ദൈവത്തിൻ്റെ ഉദ്ദേശത്തോടെ, പറഞ്ഞാട്ടെ, എൻ്റെ ദൈവത്തിൻ്റെ ഉദ്ദേശത്തോടെ എനിക്കെതിരെ വരുന്ന പരിശോധനകൾ അത് അനർത്ഥമല്ല, അത് പിന്നത്തേതിൽ അനുഗ്രഹമാണ്. എത്ര പേരുടെ നാവുകൾ സ്തോത്രത്തോടെ ഉയരും? ജോസഫ് ഇതാ കാരാഗ്രഹത്തിലേക്ക് തള്ളപ്പെടുമ്പോൾ അവൻ വിചാരിച്ചു ഇത് അനർത്ഥമാണെന്ന്. എന്നാൽ തീർന്നില്ല കേട്ടോ. ആ കാരാഗ്രഹത്തിനകത്ത് എൻ്റെ ദൈവം ജോസഫിനോട് കൂടെ ഇരുന്നു. അധികം താമസിക്കാതെ എൻ്റെ ദൈവം കാരാഗ്രഹത്തെ സിംഹാസനമാക്കി മാറ്റിയത് യാഥാർത്ഥ്യമാണെങ്കിൽ, ഇയ്യോബിൻ്റെ പരിശോധനയ്ക്കകത്ത് മക്കളുടെ കൂട്ടമരണം കണ്ടെങ്കിലും എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു, അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞ ഭക്തന്റെ പരിശോധന എൻ്റെ ദൈവം നന്മയ്ക്കാക്കി മാറ്റിയെങ്കിൽ, സിംഹഗുഹയ്ക്കകത്ത് തള്ളപ്പെട്ട ദാനിയേലിന്റെ കഷ്ടത പരിശോധനയായിരുന്നെങ്കിലും സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതെ വണ്ണം ദൈവം തന്നെ ദൂതനെ അയച്ച് സിംഹത്തിന്റെ വായടച്ചത് ദൈവത്തിന്റെ സംരക്ഷണം വെളിപ്പെട്ട രംഗമാണെങ്കിൽ, ഓ രക്തത്താൽ ജയം, ഏറുകൊണ്ട് പെടഞ്ഞു വീണ് രക്തം കൊണ്ട് സാക്ഷ്യം മുദ്ര വെച്ച് സ്തേഫാനോസ് മരിക്കുമ്പോഴും പിതാവിന്റെ വലത്തുഭാഗത്ത് എൻ്റെ പുത്രൻ എഴുന്നേറ്റ് നിന്ന് ആത്മാവിനെ സ്വീകരിച്ചത് യാഥാർത്ഥ്യമാണെങ്കിൽ, എൻ്റെ നാഥന്റെ കാൽവറിയിലെ ബലിമരണം അത് അനർത്ഥമല്ല, അതിനകത്ത് രക്ഷയുടെ കവാടം തുറന്നത് സത്യമാണെങ്കിൽ, ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കുന്ന ദൈവമൈതലേ, സഹിക്കാൻ കഴിയാത്ത ചില പരിശോധനകൾ നിന്റെ കുടുംബത്തിനകത്ത് ഉയർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ അത് നിന്റെ തകർച്ചയ്ക്കല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയ ശബ്ദം ഉയരട്ടെ. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നെങ്കിൽ എൻ്റെ പരിശോധനകൾ തിന്മയ്ക്കല്ല, തിന്മയ്ക്കല്ല. ഇതിനകത്തിരുന്ന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളുടെ ശിരസുകളിൽ കൈവച്ച് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ആലോചന വിളിച്ചു പറയുന്നു. നിന്റെ കുടുംബത്തിനകത്ത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ചില പരിശോധനകൾ ഇന്ന് രാത്രി ഉയർന്നു നിൽക്കുന്നു. എന്നാൽ സ്വർഗം അതിനെക്കുറിച്ച് പറയുന്നത് അത് തിന്മയ്ക്കല്ല. ഇസഹാക്കിന്റെ അന്ധതയുടെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, എസ്തേറിന്റെ അനാഥത്വത്തിന്റെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, രൂത്തിന്റെ കുടുംബ തകർച്ചയുടെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, നവോമിയുടെ കയ്പിന്റെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, ഇയ്യോബിന്റെ ശോധനയുടെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, 2026 ഫെബ്രുവരി മാസം 8-ാം തീയതി നിന്റെ കുടുംബം കടന്നു പോകുന്ന പരിശോധനയ്ക്കകത്ത് എൻ്റെ ദൈവം നിന്നെ കൈവിടത്തില്ല. ഇതിനകത്തു നിന്ന് നീ പുറത്തു വരത്തക്ക വിധം നിന്റെ ശിരസ് ഉയർത്തുന്ന ദൈവമാണ് നീ സേവിക്കുന്ന ദൈവമെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ പറയണം. എൻ്റെ കഷ്ടത ദൈവ സാന്നിധ്യത്തോടൊപ്പമാണെങ്കിൽ അത് മരണമായാലും അത് അനർത്ഥമല്ല, അത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ഒന്ന് കരമുയർത്തിപ്പിടിച്ചേ, ഒന്ന് കരമുയർത്തിപ്പിടിച്ച് എല്ലാ ദൈവമക്കളും ശബ്ദമുയർത്തി യേശുവേ എന്നൊന്ന് പറഞ്ഞേ. പോരാ കേട്ടോ, ഇരിക്കുന്ന സകല ദൈവമക്കളും ഒരുപോലെ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ശബ്ദമുയർത്തി യേശുവേ എന്ന് പറഞ്ഞേ. എന്നാൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, സ്വന്തം വാള് നിലത്തോട്ട് കുനിച്ച് വെച്ചതിന് ശേഷം അതിലോട്ട് വീണ് ആത്മഹത്യ ചെയ്യുന്ന ശൗലിൻ്റെ മരണം അത് കഷ്ടതയല്ല, അത് അനർത്ഥമാണ്. രക്തത്താൽ ജയം. അപ്പനെതിരെ കൂട്ടുകെട്ടുണ്ടാക്കിയിട്ട് കഴുകുമ
ആൽമരം പോലെ ഉയർന്നിൽക്കുന്ന കരിവേലകത്തിൽ തൂങ്ങിക്കിടന്ന് മരിക്കുന്ന അബ്ശാലോമിന്റെ മരണം അത് കഷ്ടതയല്ല, അത് അനർത്ഥമാണ്. ഗുരുവിനെ 30 വെള്ളിക്കാശിന് വിറ്റിക്കൊടുത്തിട്ട് തൂങ്ങിച്ചാകുന്ന യൂദയുടെ മരണം അത് കഷ്ടതയല്ല, അത് അനർത്ഥമാണ്. ദലീലയുടെ മടിയിൽ ഉറങ്ങി അഭിഷേകം നഷ്ടപ്പെടുത്തിയ ശിംശോനെ, നിന്റെ ആത്മഹത്യ അത് കഷ്ടതയല്ല, അത് അനർത്ഥമാണ്. കസേരയിൽ നിന്ന് പുറകോട്ട് വീണ് കഴുത്തൊടിച്ച് മരിച്ച ഏലിയേ, നിന്റെ മരണം അത് കഷ്ടതയല്ല, അത് അനർത്ഥമാണ്. ഇന്ന് രാത്രി ശക്തമായി പറയട്ടെ, ആഹാബേ, നിന്റെ പുറകിൽ വ്യാപരിക്കുന്ന ശക്തി അത് കഷ്ടതയല്ല, അത് അനർത്ഥമാണ്. ഉസ്സായേ, നീ പെട്ടകം താങ്ങിയതിനാൽ ഏറ്റുവാങ്ങിയ അനർത്ഥം കഷ്ടതയല്ല, അത് അനർത്ഥമാണ്. ഈ പുൽപ്പിറ്റിൽ പരിശുദ്ധാത്മാവ് ചില വ്യക്തികൾക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്നു, നിന്റെ കഷ്ടത വേറെ, എന്നാൽ വഴി വിട്ടു നീങ്ങുന്ന നിന്റെ ജീവന്റെ മേൽ നീ പ്രതീക്ഷിക്കാത്ത ചില അനർത്ഥങ്ങൾ അടുത്ത ദിവസങ്ങളിൽ കാത്തു നിൽക്കുമ്പോൾ ആ അനർത്ഥത്തെ വഴിമാറ്റാൻ യേശുവിന്റെ കരം ഈ പേരുംപാറയിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ബലത്തോടെ വ്യാപരിക്കുന്നു. ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കുക, എൻ്റെ കഷ്ടതയാകണം, എന്നാൽ എനിക്ക് അനർത്ഥമാകരുതെന്ന് കരം ഉയർത്തി പ്രാർത്ഥിച്ചേ. ശബ്ദം ഉയർത്തിക്കുക. 2 കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? 2 കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? ഇന്ന് രാത്രി വാ തുറന്ന് ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചേ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് അഭിമുഖീകരിക്കുന്ന വേദനകൾ എൻ്റെ കഷ്ടതയായാലും സാരമില്ല, എന്നാൽ എനിക്ക് എൻ്റെ ദൈവമേ നിൻ്റെ സാന്നിധ്യമില്ലാത്ത അനർത്ഥമാകരുതേ എന്ന് കൊതിക്കുന്ന ദൈവമക്കളെ പ്രാർത്ഥിച്ചോ. ശബ്ദം ഉയർത്തിക്കൂ. എൻ്റെ പിൻപിലിരിക്കുന്ന ദൈവദാസന്മാർ ചിലർ പ്രാർത്ഥിക്കട്ടെ. ഒരു പ്രത്യേക നിയോഗത്തോടുകൂടെ ഈ പുൽപ്പിറ്റിൽ മുഴങ്ങുന്ന ഈ ദൈവത്തിൻ്റെ ചില ചങ്കുകൾക്ക് നേരെ ആത്മനിയോഗത്തോടെ കർത്താവ് ഇന്ന് രാത്രി അഴിച്ചുവിടുന്ന ആലോചനയാണ്. നിഷ്കളങ്കതയോടെ കരയുന്ന നിന്റെ വീട്ടിൽ ഉയരുന്ന കണ്ണുനീരിന് മുൻപിൽ നിന്റെ കുടുംബത്തിന്റെ ചരിത്രം മാറ്റാൻ കഴിവുള്ള ദൈവമാണ് ഇന്ന് രാത്രി നീ സേവിക്കുന്ന ദൈവമെന്നും, ഈ പ്രാർത്ഥന കഴിഞ്ഞ് നീ തിരിച്ച് വീട്ടിലെത്തി നീ കതക് തുറക്കുന്നതിന് മുൻപ് നിന്റെ കുടുംബം കടന്നു പോകുന്ന ചില അനർത്ഥങ്ങളുടെ മേൽ അസാധാരണ ദൈവപ്രവൃത്തിയാൽ ചില മറുമരുന്നുകൾ കർത്താവ് ഒരുക്കി വെച്ചിട്ട് ഈ രാത്രി ആ വിടുതലിന്റെ കരം ചലിപ്പിക്കുമെന്നും ബോധ്യമുള്ള ദൈവമക്കൾ ആത്മാവിൽ പറയണം. ഞാൻ സേവിക്കുന്ന ദൈവം സാധാരണക്കാരനല്ല. ഇരിക്കുന്ന ഇരിപ്പിൽ നിലവിളിച്ചുകൊണ്ട് അപ്പാ എൻ്റെ കുടുംബത്തിനകത്തു നിന്ന് അനർത്ഥം വഴിമാറ്റണേ എന്ന് പ്രാർത്ഥിക്കുന്ന ചില വ്യക്തികൾ ഇവിടെ ഉണ്ടെങ്കിൽ ഈ രാത്രി ഉറപ്പായി പാസ്റ്റർ രാജു മേത്ര ഈ 8:36 ആത്മാവിൽ വിളിച്ചു പറയുന്നു, കരയുന്ന നിന്റെ കഷ്ടതയെല്ലാം അനർത്ഥമല്ല, എന്നാൽ ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ട അനർത്ഥങ്ങളെ വഴിമാറ്റാൻ ഈ രാത്രി കരം ചലിക്കുന്നു. അനർത്ഥം നിന്റെ കുടുംബത്തിന് വ്യസന കാരണമാകാതിരിപ്പാൻ. ശബ്ദം ഉയരട്ടെ. ആരാധിക്കാവുന്ന ദൈവമക്കൾ ആത്മാവിൽ ആരാധിച്ചു, ആത്മാവിൽ ആരാധിക്കാവുന്ന അഭിഷിക്തന്മാർ ആത്മാവിൽ ആരാധിച്ചു. ഞാൻ പറഞ്ഞൊരു സാധാരണ പ്രസംഗത്തെക്കാൾ വ്യക്തികളോട് ദൈവത്തിൻ്റെ ആത്മാവിൽ രാത്രി ആലോചന വിളിച്ചു പറയുന്നു. ഇതൊരു അസാധാരണ ദൈവപ്രവൃത്തിയുടെ രാത്രിയാണ്. ഞാൻ ഈ രാത്രി നിങ്ങൾക്ക് വേണ്ടി വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നതിന് മുൻപ് നിയോഗത്തോടെ വിളിച്ചു പറയുന്നു, കുടുംബത്തിൻ്റെ മുകളിൽ കാർമേഘ പടലം പോലെ രൂപപ്പെട്ടിരിക്കുന്ന ചില വിഷയങ്ങൾ നിന്റെ വീട്ടിലേക്ക് അനർത്ഥമായി പെയ്തിറങ്ങുന്നതിന് മുൻപ് യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഇന്ന് രാത്രി ആ വിഷയത്തെ തുടച്ചു മാറ്റാൻ, ആ രോഗത്തെ ബന്ധിക്കാൻ, ആ മാനസിക ബലഹീനതയെ അഴിച്ചു മാറ്റാൻ, നിന്റെ കുടുംബത്തിൽ തലമുറകളെ ബാധിച്ചിരിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ അസാധാരണ വിടുതൽ പകരാൻ ഈ ഗ്രൗണ്ടിൽ ദൈവശക്തി വ്യാപരിക്കുന്നു. അനർത്ഥം വേറെ, കഷ്ടത വേറെ. നിഷ്കളങ്കമാണ് പ്രാർത്ഥനയെങ്കിൽ വിശ്വാസത്തിന്റെ വലിപ്പമല്ല, ആത്മാർത്ഥതയുടെ ഭയങ്കരത്വത്തിന് മുൻപിൽ എൻ്റെ ദൈവം ഇറങ്ങി വന്ന് അത്ഭുതം പ്രവർത്തിക്കും എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ. നിങ്ങളുടെയൊക്കെ സ്തോത്രത്തിന് കൈ ഉയർത്തുന്നൊരു ബലമില്ലെന്ന് എനിക്ക് തോന്നുന്നു. നിഷ്കളങ്കമാണ് പ്രാർത്ഥനയെങ്കിൽ വിശ്വാസത്തിൻ്റെ ശക്തിയേക്കാൾ നിന്റെ ആത്മാർത്ഥതയ്ക്ക് മുൻപിൽ ഇറങ്ങി വന്ന് അത്ഭുതം പ്രവർത്തിക്കാൻ നീ സേവിക്കുന്ന ദൈവം ശക്തനാണെങ്കിൽ അടുത്ത ദിവസം കഴുത്തറക്കാൻ പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്ന പദ്ധതികളെ തകർത്തുകൊണ്ട് സഭയുടെ അവിശ്വാസതയും ബലഹീനതയുമുള്ള പ്രാർത്ഥനയ്ക്ക് മുൻപിൽ പത്രോസിന്റെ കാരാഗ്രഹത്തിന്റെ മുറിക്കകത്ത് എൻ്റെ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങിച്ചെന്ന് സത്യം ണെങ്കിൽ ഈ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന നിന്റെ വിഷയത്തിന് നടുവിൽ നിന്റെ കുടുംബത്തിന്റെ അകത്തെ ബന്ധനമഴിക്കാൻ ഈ ശുശ്രൂഷ ഈ പുൽപ്പിറ്റിൽ നടക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങത്തക്ക വിധം ആ കരം ശക്തമായി ചലിക്കും. പ്രാർത്ഥനയുടെ വിശ്വാസത്തെക്കാൾ പ്രാർത്ഥനയുടെ ആത്മാർത്ഥതയാ വലുത്. ഗ്ലോറി, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഞാൻ എപ്പോഴും ഒരു അമ്മയുടെ സാക്ഷി ഓർക്കും.
ആ അമ്മയുടെ പത്താം വയസ്സ് പ്രായമുള്ളൊരു മകൻ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ പറഞ്ഞു, മമ്മി ഷൂസ് കീറി, എനിക്കൊരു പുതിയ ഷൂസ് വേണം. ഉടനെ അമ്മ പറഞ്ഞു, മോനെ പൈസ ഇല്ല, ഉള്ളത് കുത്തിക്കെട്ടിക്കൊണ്ട് പോയാൽ മതി. ഞാൻ യേശു അപ്പച്ചനോട് പ്രാർത്ഥിക്കാൻ പോവുക, യേശു അപ്പച്ചൻ എനിക്ക് ഷൂസ് വാങ്ങിച്ചു തരും. അമ്മയുടെ എടുത്ത വായിലെ വാക്ക്. കോടിക്കണക്കിന് ആളുകളുടെ പ്രശ്നം തീർക്കാൻ യേശു ഈ ഭൂമിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പം നിനക്ക് ചെരുപ്പ് വാങ്ങിക്കാനാണ് യേശുവിന് നേരം. അന്ന് വൈകിട്ട് പ്രാർത്ഥിക്കാൻ നേരത്ത് മെത്തേ കീറിയപ്പം ആ കുഞ്ഞ് രണ്ട് കാലും മുട്ടുകുത്തിയിട്ട് രണ്ട് കൈയും ഉയർത്തിപ്പിടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, യേശു അപ്പച്ചാ എനിക്കൊരു ഷൂസ് വേണം. ആമേൻ. നിഷ്കളങ്കമായിരുന്നു പ്രാർത്ഥന. 2-ാം ദിവസവും തുടർന്നു, 3-ാം ദിവസവും തുടർന്നു. 3-ാം ദിവസം പ്രാർത്ഥിച്ചേച്ചി കുഞ്ഞ് കിടന്നുറങ്ങുമ്പോൾ ചറ്റപ്പുരയുടെ വാതുക്കൽ ഒരു മനുഷ്യൻ മുട്ടി. തൊട്ട് അപ്പുറത്തെ വീട്ടിലെ ഒരു ധനാഠ്യന അയാളൊരു കവറ് കൈമാറിയിട്ട് പറഞ്ഞു, സ്തോത്രം, എൻ്റെ മോന് വാങ്ങിച്ച ഷൂസാ, ഇട്ട് നോക്കിയപ്പോൾ ചേരുന്നില്ല, നിങ്ങളുടെ മോന് ചേരുമെങ്കിൽ എടുത്തു, അല്ലേ കൊടുത്തു വിട്ടേരെ, വില കൂടിയതാ കേട്ടോ. എന്തായാലും അമ്മ രാത്രി ഇത് പൊട്ടിച്ച് കവറ് പൊട്ടിച്ച് കുഞ്ഞിൻ്റെ മുൻപിൽ കിടക്കുന്നതിൻ്റെ മുന്നിൽ വെച്ചിട്ട് കിടന്നുറങ്ങി. രാവിലെ അടുക്കളയിൽ ജോലി ചെയ്യുന്ന അമ്മയുടെ അടുക്കലേക്ക് കാലിൽ ഷൂസ് കയറ്റിയിട്ടുകൊണ്ട് ഓടിച്ചെല്ലുന്ന പയ്യൻ പറഞ്ഞ വാക്ക് കാലെ കയറ്റിയപ്പം വരച്ച് വെച്ചതുപോലെ യോജിക്കുന്നു. സ്തോത്രം. അവൻ പറഞ്ഞൊരു വാചകമുണ്ട്, മമ്മി എനിക്ക് ഷൂസ് വേണമെന്ന് മാത്രമല്ല, എൻ്റെ കാലിൻ്റെ അളവ് പോലും എൻ്റെ യേശുവിന് നന്നായിട്ടറിയാം. ഇന്ന് രാത്രി നിഷ്കളങ്കതയോടെ പ്രാർത്ഥിക്കുന്ന നിൻ്റെ കുടുംബത്തിൻ്റെ അനർത്ഥത്തെ വഴിമാറ്റാൻ കഴിവുള്ള കർത്താവിൻ്റെ കരം ഈ ഗ്രൗണ്ടിൽ നിനക്ക് മീതെ ഉയർന്നു നിൽക്കുന്നത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ലജ്ജ കൂടാതെ പറയണം, ഞാൻ സേവിക്കുന്ന ദൈവം സാധാരണക്കാരനല്ല. എൻ്റെ അനർത്ഥം എനിക്ക് വ്യസന കാരണമായി മാറാതിരിപ്പാൻ എന്നെ കാക്കുന്ന ദൈവത്തിൻ്റെ കരം. ഇനി അനർത്ഥത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? വിശുദ്ധ തിരുവെഴുത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ഒന്ന് പെട്ടെന്ന് ക്ഷണിക്കുകയാണ്. ആവർത്തന പുസ്തകം 31:17 വേഗം വായിച്ചാട്ടെ. ആവർത്തനം 31:17 വായിച്ചാട്ടെ. ആവർത്തനം 31:17. എന്താണ് അനർത്ഥത്തിൻ്റെ കാരണങ്ങൾ? വേഗം വായിക്കണേ. എന്റെ കോപം അവരുടെ നേരെ ജ്വലിച്ചിട്ട്. ലോകചരിത്രത്തിൽ ലോകഗതിയുടെ നാഴികക്കല്ലും മനുഷ്യചരിത്രത്തിന് നട്ടെല്ലും കാലഗതിയുടെ കാതലുമായ ഇസ്രയേൽ ജനത്തിൻ്റെ നായകനും നടത്തിപ്പുകാരനുമായ 40 വർഷം 30 ലക്ഷം ജനത്തിന് ട്രാൻസ്ഫർ ഇല്ലാത്ത പാസ്റ്ററായിരുന്ന മോശ BC 1451 മോവാബ് സമഭൂമിയിൽ വെച്ച് ഈ ജനത ഒരു രാജ്യമായി രൂപം കൊള്ളുന്നതിന് മുൻപ് പ്രവചന നിയോഗത്തോടുകൂടെ ഭാവി പ്രവചിക്കുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കണം, വായിച്ചാട്ടെ. എന്റെ കോപം അവരുടെ നേരെ ജ്വലിച്ചിട്ട്. എന്റെ കോപം അവരുടെ നേരെ ജ്വലിച്ചിട്ട് ഞാൻ അവരെ ഉപേക്ഷിക്കുകയും എന്റെ മുഖം അവർക്ക് മറയ്ക്കുകയും ചെയ്യും. എന്റെ മുഖം അവർക്ക് മറയ്ക്കുകയും ചെയ്യും. അവർ നാശത്തിനിരയായി തീരും. അനേകം അനർത്ഥങ്ങളും കഷ്ടങ്ങളും അവർക്ക് ഭവിക്കും. നമ്മുടെ ദൈവം നമ്മുടെ ഇടയിൽ ഇല്ലായ്ക കൊണ്ടല്ലയോ ഈ അനർത്ഥങ്ങൾ നമുക്ക് ഭവിച്ചത് എന്നവർ അന്ന് പറയും. ദൈവത്തിന് സ്തോത്രം. അക്കരങ്ങളൊന്ന് ഉയർത്തി സ്തോത്രം ചെയ്തേ. ശ്രദ്ധിച്ച് കേൾക്കണേ. അനർത്ഥത്തിന്റെ കാരണം 6-7 കാരണങ്ങളുണ്ട്. എങ്കിലും സമയത്തിന്റെ പരിമിതിയിൽ ഇതൊന്ന് ഓർപ്പിക്കാം. ദൈവ വഴി വിട്ടുപോയാൽ അനർത്ഥം നിന്നെ എതിരേൽക്കും. ഒന്ന് കരമുയർത്തി പറയാമോ? എന്താ ഈ അനർത്ഥം വരുന്നതിൻ്റെ ഒന്നാം കാരണം? ദൈവ വഴി വിട്ടുപോയാൽ അനർത്ഥം നിന്നെ എതിരേൽക്കും. എത്ര വലിയവനായാലും, എത്ര കോടീശ്വരനായാലും, എത്ര ധനാഢ്യനായാലും, 9,000 കോടിയുടെ കടമില്ലാത്ത ആസ്തി നിന്റെ അക്കൗണ്ടിലുണ്ടെങ്കിലും നെഞ്ചിന് നേരെ സ്വയം വെടിയുതിർത്ത് മരണം കൈകളിൽ ഏറ്റുവാങ്ങുന്ന കോടീശ്വരന്മാരുടെ വാർത്തകൾക്ക് നടുവിൽ ഞാൻ നിയോഗത്തോടെ വിളിച്ചു പറയുന്നു, എത്ര ഭീകരതകൾ കൊലകൊമ്പനായി ഇളകി വന്നാലും എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ കടുങ്കട്ടിനെ അഴിക്കാൻ ഞാൻ സേവിക്കുന്ന ദൈവം ശക്തനാണ്. എന്നാൽ എത്ര ധനാഢ്യനായാലും എൻ്റെ ദൈവത്തിൻ്റെ വഴി വിട്ടുപോയാൽ നിന്റെ കുടുംബത്തെ അനർത്ഥം ആലിംഗനം ചെയ്യും. ആ കരങ്ങൾ ഉയർത്തിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കണം, ദൈവമേ ഉയർച്ചയ്ക്ക് മുൻപിലും താഴ്ച പ്രാർത്ഥിച്ച്, ഉയർച്ചയ്ക്ക് മുൻപിലും താഴ്ചയ്ക്ക് മുൻപിലും, വളർച്ചയ്ക്ക് മുൻപിലും തളർച്ചയ്ക്ക് മുൻപിലും, കുതിപ്പിന് മുൻപിലും കിതപ്പിന് മുൻപിലും, സമ്പത്തിന് മുൻപിലും ദാരിദ്ര്യത്തിന് മുൻപിൽ കരമുയർത്തിക്കോ. ഇങ്ങനെ പ്രാർത്ഥിക്കണം, ദൈവമേ നിന്റെ വഴി വിട്ടുപോയിട്ട് അനർത്ഥം ഏറ്റുവാങ്ങാൻ എനിക്കിടയാകരുതേ എന്ന്
എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഒരു സാധാരണ ശബ്ദത്തിലല്ല, ഈ ഗ്രൗണ്ടിൽ മുഴങ്ങുന്ന ശബ്ദത്തോടെ, അടുത്തിരിക്കുന്ന ആളിൻ്റെ കാതിൽ അലയടിക്കുന്ന ശബ്ദത്തോടെ ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. എൻ്റെ ദൈവത്തിൻ്റെ അനുഗ്രഹം വിട്ട് വഴി വിട്ടു പോയിട്ട് എനിക്ക് സംഭവിക്കുന്ന അനർത്ഥങ്ങൾ എൻ്റെ തലമുറ ഏറ്റുവാങ്ങരുത്. ഈ ദൂതിന്ന് രാത്രി ചില വ്യക്തികൾക്ക് നേരെ പരിശുദ്ധാത്മാവ് തൊടുത്തു വിടുകയാണ്. കടിഞ്ഞാണ് പൊട്ടിയ ഒരു കാട്ടുകുതിരയെ പോലെ മോഹങ്ങളുടെ വഴിയിലൂടെ നീ കുതിച്ചു പായുന്ന നിന്റെ യാത്ര എൻ്റെ കൂടപ്പിറപ്പേ വിജയത്തിലേക്കല്ല, അത് അനർത്ഥത്തിലേക്കാണ്. ഇത് നിനക്ക് വേണ്ടി വെച്ച യോഗമാണ്. എന്നാൽ നിന്റെ കുടുംബത്തെ ആലിംഗനം ചെയ്യാൻ തുടങ്ങുന്ന മാരക അനർത്ഥങ്ങളെ ഇന്ന് രാത്രി അഴിച്ചു മാറ്റാൻ യേശുവിൻ്റെ ബലമുള്ള കരം ഇവിടെ ഉയർന്നു നിൽക്കുകയാണ്. അനർത്ഥത്തിന്റെ ഒന്നാമത്തെ കാരണം ദൈവ വഴി വിട്ടാൽ അനർത്ഥ ഉറപ്പ്. നിങ്ങൾക്കറിയാമോ, ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രത്തിലേക്ക് നിങ്ങൾ നോക്കണം. ആ ജനതയ്ക്ക് സംഭവിച്ചത് എന്താ? ഇന്ന് രാത്രി ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോഴും ആ ജനതയുടെ ചരിത്രം പുകയുകയാണ്. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വന്നുകൊള്ളട്ടെ എന്ന് പറഞ്ഞല്ലേ ഏറ്റുവാങ്ങിയത്. ഒടുവിൽ സംഭവിച്ചതോ, AD 70 ടൈറ്റസിന്റെ സൈന്യം യെരുശലേമിന് നേരെ അടുത്തു. അന്തോണിയ കോട്ട എന്നറിയപ്പെടുന്ന ചരിത്ര പ്രസിദ്ധമായ വിസ്മൃതികൾ പേറിയുള്ള കോട്ടയുടെ അവശിഷ്ടം ഇന്നുമുണ്ട്. ആ ഭാഗത്ത് സൈന്യമെത്തി. തൊട്ടടുത്ത് പ്രശസ്ത എഴുത്തുകാരനായ ജോസീഫസ് ഉണ്ട്. ജോസീഫസ് അതെ ടൈറ്റസിനെ സ്വാധീനിച്ചതിനാൽ ദേവാലയം നശിപ്പിക്കാതെ നിർത്തണം എന്നൊരു കൊതിയുണ്ടായി. അബ്രഹാം തന്റെ മകനായ ഇസഹാക്കിന് ബലികഴിപ്പാൻ മോറിയായിൽ ഉപയോഗിച്ച കല്ല് അതിപരിശുദ്ധ സ്ഥലത്ത് വരത്തക്ക വിധം കല്ലുകൊണ്ടും പൊന്നുകൊണ്ടും വെള്ളി കൊണ്ടും ലെബനോനിലെ ദേവദാരുക്കൾ കൊണ്ടും പടുത്തുയർത്തിയ ആ തങ്കക്കുടക്കെട്ടിടമായ ആ കനക കൊട്ടാരമായ യെരുശലേം ദൈവാലയത്തിന്റെ ശില്പഭംഗി കണ്ടുകൊണ്ട് ടൈറ്റസ് പറഞ്ഞു, ആ ദേവാലയം നശിപ്പിക്കരുത്, അതിൻ്റെ പിടിച്ചടക്കലിന്റെ സ്മാരകമാക്കി നിർത്തണം. ആന്റിക്വിറ്റേഴ്സ് എന്ന ഗ്രന്ഥത്തിൽ ജോസഫസ് ഇത് കൃത്യമായി കുറിക്കുന്നുണ്ട്. പക്ഷേ ഒരു പടയാളി തെറ്റിദ്ധരിച്ചൊരു അരക്കുബന്ധം കയ്യിലെടുത്ത് ദേവാലയത്തിൻ്റെ മുറ്റത്തിന് ഇപ്പുറം മാറി ചുവട് പിഴച്ച് ഒന്ന് വലിച്ചെറിഞ്ഞു. അത് ചെന്ന് പറന്നു പറ്റിയത് ദേവാലയത്തിൻ്റെ ദേവദാരു തടി കൊണ്ട് തീർത്ത മകുടക്കൂടിലേക്കായിരുന്നു. അത് കത്തുന്നത് കണ്ടപ്പോൾ ടൈറ്റസ് പറഞ്ഞു, കെടുത്തു തീ, എൻ്റെ പിടിച്ചടക്കലിനെ സ്മാരകമാക്കിയത് നിർത്തണമെന്നല്ലേ കൽപ്പിച്ചത്. തീ കെടുത്താൻ സൈന്യം അകത്തോട്ട് ദേവാലയത്തിൽ ഓടിക്കയറി. ദേവാലയത്തിൻ്റെ അകത്തെ അന്തരത്തിലൂടെ മിനാരത്തിലേക്കുള്ള സ്റ്റെപ്പുകളിലൂടെ സൈന്യം ഓടിക്കയറുന്ന സമയത്ത് അകത്ത് നിന്ന വിപ്ലവകാരികൾ അവരുടെ മേൽ ചാടി വീണു. പിന്നെ തുരുതുര യുദ്ധം തുടങ്ങി. 5000-ഓളം യഹൂദന്മാരുടെ ശിരസറ്റ ജഡങ്ങൾ ദേവാലയത്തിന് നടുമുറ്റത്തുരുണ്ടു. 13,56,000 പരിസരങ്ങളിൽ അരിഞ്ഞു വീഴ്ത്തി. കുതിരയുടെ കടിവാളങ്ങളോളം ഒഴുകിയ ചോരപ്പുഴ എന്ന് ചരിത്രം വിശേഷിപ്പിക്കുമ്പോൾ ഒന്നിനു പുറകെ ഒന്നായി തീക്കുണ്ടങ്ങൾ ദേവാലയത്തിന് മീതെ പതിച്ചു. മാനം മുട്ട പൊട്ടിത്തെറിയോടെ സ്ത്രീകളും കുഞ്ഞുങ്ങളും പ്രാണരക്ഷാർത്ഥം അഭയം തേടിയ ദൈവാലയം നിലവിളിയിൽ കത്തിയിരുത്തുമ്പോൾ ടൈറ്റസ് ഉടവാൾ വലിച്ചെറിഞ്ഞ് വസ്ത്രം വലിച്ചു കീറി 2 മുട്ടും ദേവാലയത്തിൻ്റെ നടുമുറ്റത്ത് മടക്കിയിട്ട് 2 കൈകളും ഉയർത്തി പറഞ്ഞു, നിങ്ങൾക്ക് കേൾക്കണോ? അയ്യോ ദൈവമേ, നശിപ്പിക്കരുത് എന്ന് ഞാൻ കൽപ്പന കൊടുത്തു, നശിപ്പിക്കൂ എന്ന് നീ കൽപ്പന കൊടുത്തു. എൻ്റെ കൽപ്പനയല്ല ജയിച്ചത്, നിന്റെ കൽപ്പനയാ ജയിച്ചത്. ഈ വചനം കേൾക്കുന്ന ദൈവമക്കളോട് ഈ പുൾപിറ്റിൽ നിന്ന് ഞാൻ വിളിച്ചു പറയട്ടെ, ആരൊക്കെ ഇടിക്കാൻ കൈ ഉയർത്തിയാലും എൻ്റെ ദൈവത്തിൻ്റെ കൈ നിനക്ക് അനുകൂലമുണ്ടെങ്കിൽ നിന്റെ ജീവനെ തൊടാൻ ദുഷ്ടശക്തികൾക്ക് കഴിയുകയില്ല. എന്നാൽ ആരൊക്കെ നിനക്ക് സംരക്ഷണം ഒരുക്കിയാലും എൻ്റെ ദൈവം കൈവിട്ടാൽ പിടിച്ചു നിർത്താൻ ഒരുത്തനും പറ്റില്ല എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ എന്നെ കൈവിടരുതേ എന്ന് ഇരിക്കുന്ന ഇരിപ്പിൽ ആ കരങ്ങളൊന്ന് ഉയർത്തി പോരാ. ഒന്ന് മറ്റുള്ളവർ കാണുമെന്നൊന്നും വിചാരിക്കേണ്ട. നിങ്ങൾ ആ ലജ്ജ കൂടാതെ എന്നെ കൈവിടരുതേ കർത്താവേ എന്ന് ഇന്ന് രാത്രി ശബ്ദം ഉയർത്തി ഒന്ന് വാ തുറന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? നിങ്ങൾക്കറിയാമോ, നമ്മുടെ തലമുറയിൽ ചാൻസലർ ഹിറ്റ്ലർ ഈ ജനത്തോട് ചെയ്തത് നിർമൂലനാശം, വംശഹത്യ എന്ന പ്ലാനോടുകൂടെ, ദൈവത്തിന് സ്തോത്രം, പേര് രജിസ്റ്റർ ചെയ്ത് രജിസ്ട്രേഷൻ കൗണ്ടറിൻ്റെ ഹോളിലേക്ക് കയറുക, എല്ലാവർക്കും ജോലി ഉറപ്പിക്കാം എന്ന് പറഞ്ഞ് കയറി. ഓരോരുത്തരും കയറി. വലിയ ഹോൾ നിറഞ്ഞു.
അവസാനം എൻട്രൻസ് ഡോർ അടഞ്ഞു. അക്ഷമരായവർ ബാത്റൂം അന്വേഷിച്ചു. ഈ കാര്യം ആദ്യം അറിഞ്ഞത് റൂമിലെ പോപ്പാണ്. ബാത്റൂം ഒരാൾ ചെന്ന് തുറന്നു, അകത്ത് കയറി ടാപ്പ് ഓൺ ചെയ്തു. പക്ഷെ ടാപ്പിലൂടെ ഒഴുകിയിറങ്ങിയത് വെള്ളമല്ല, ഗ്യാസ് ആയിരുന്നു. ചതിവായിരുന്നു, കൊടും ചതിവ്. ഒടുവിൽ ആ വലിയ ഹോളിൽ, ടിൻഷീറ്റ് ഹോളിൽ നിന്ന് ആയിരങ്ങൾ മരിച്ചു വീണു. അവർ മരിച്ചു വീണത് ബെൽറ്റിലേക്കായിരുന്നു. എയർപോർട്ടിലൊക്കെ പെട്ടിക്കൊണ്ടുപോകുന്ന ബെൽറ്റ് പോലുള്ള ബെൽറ്റിലേക്ക്. ആ ബെൽറ്റ് ശവത്തോടുകൂടെ, പിടയ്ക്കുന്ന ശവത്തോടുകൂടെ നീങ്ങി അത് നേരെ കുട്ടകങ്ങളിൽ ഒഴുക്കി വെച്ച വെള്ളങ്ങൾക്കകത്തേക്ക് മറിഞ്ഞു. തയ്യാറാക്കിയ ഗ്യാസിലൂടെ കുട്ടകങ്ങളിലെ വെള്ളം കുതുകുത കുത്തി തിളച്ചു. പച്ച മാംസം കാലിലേക്ക് കുത്തിക്കടത്തിയ സൂചിയിലൂടെ ചോര വലിച്ചെടുത്ത്, ആർട്ടറി ലൈനുകളിലെടുത്ത ചോര ചണ്ടിക്കൂമ്പാരങ്ങളിലേക്ക് എറിഞ്ഞിട്ട് മനുഷ്യ മാംസം പച്ചയ്ക്ക് കുത്തിത്തിളപ്പിച്ച് അതിൽ നിന്ന് മാറ്റിയെടുത്ത നെയ്യ് കൊണ്ട് സോപ്പുണ്ടാക്കി യൂറോപ്യൻ ചന്തകളിൽ വിറ്റപ്പോൾ അങ്ങനെ സോപ്പുണ്ടാക്കാൻ പുഴുങ്ങിയ യഹൂദന്മാരുടെ എണ്ണം 60 ലക്ഷമായിരുന്നു. അനർത്ഥത്തിന് ശക്തിയുണ്ടോ? അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ പേരും വരട്ടെ എന്ന് വിളിച്ചു പറഞ്ഞവന്റെ തലമുറ അനർത്ഥം ഏറ്റുവാങ്ങി. ഞാൻ ഈ പുൾപിറ്റിൽ നിന്ന് വിളിച്ചു പറയുന്നു, എൻ്റെ നാഥന്റെ പരിശുദ്ധ പാദ സ്പർശനത്താൽ ഒലിവുമഴ കിഴക്ക് പടിഞ്ഞാറായി രണ്ടായി പൊട്ടിപ്പിളരുമ്പോൾ അവൻ്റെ മുൻപിൽ മുട്ടുമടക്കിക്കൊണ്ട് അവർ യേശുവിനെ ഏറ്റെടുക്കുന്നത് വരെ ഈ കണക്ക് അവർ കൊടുത്തുകൊണ്ടിരിക്കും. എന്നാൽ അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം എൻ്റെ പാപം പോക്കി എന്നെ കഴുകിയെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ പറയണം, അനർത്ഥത്തെ വഴിമാറ്റുന്ന ഞങ്ങളുടെ ദൈവത്തിൻ്റെ കരം ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പുറകിൽ ചലിക്കുന്നുണ്ട്. ശബ്ദമുയർത്തി ചില മിനിറ്റുകൾ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളുടെ ദൈവത്തെ മഹത്വപ്പെടുത്തി തുടങ്ങുമ്പോൾ ആത്മാവിൽ ആരാധിക്കുന്ന എത്ര ദൈവമക്കൾ പ്രാർത്ഥിച്ചു തുടങ്ങും. എൻ്റെ കുടുംബത്തിനകത്ത് അനർത്ഥം വാഴരുത് എന്ന് കൊതിക്കുന്ന ദൈവമക്കളുടെ നാവിൽ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. വഴി വിട്ടു പോയാൽ അനർത്ഥം നിന്റെ ഭവനത്തിന്മേൽ ആധിപത്യം പുലർത്തും. എന്നാൽ ഇന്ന് രാത്രി ഈ പ്രാർത്ഥന ഒരു സാധാരണ മീറ്റിംഗ് ആയി തീരത്തില്ല. എൻ്റെ കർത്താവിൻ്റെ കരം ചില കുടുംബങ്ങളുടെ അനർത്ഥങ്ങളെ വഴിമാറ്റേണ്ടതിന് ആത്മാവിൽ ഒരുങ്ങുന്ന രാത്രിയാണ്. ദൈവകൃപ പ്രാപിച്ച ദൈവമക്കൾ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കണം. ഇരിക്കുന്ന ഇരിപ്പിൽ ശക്തമായി പ്രാർത്ഥിക്കണം. കർത്താവെ, ഇന്ന് രാത്രി എൻ്റെ ഭവനത്തിൻ്റെ മേൽ അനർത്ഥം ആധിപത്യം പുലർത്തരുത്. പ്രാർത്ഥിച്ചു തുടങ്ങിച്ചാട്ടെ. നിയോഗം പ്രാപിക്കുന്ന ദൈവമക്കളെ ഞാൻ പറയാം, 99ാമത്തെ മിനിറ്റിൽ നിന്റെ ജീവിതം അസ്തമിക്കാൻ തുടങ്ങുന്ന സമയത്ത്, പ്രതീക്ഷകൾ മുഴുവൻ വഴിതെറ്റിയിരിക്കുമ്പോൾ, ആരും നിന്നെ സഹായിക്കാനില്ലെങ്കിലും നീ നിലവിളിച്ചുയർത്തുന്ന പ്രാർത്ഥനയ്ക്ക് മുൻപിൽ വഴി തിരിച്ചു വിട്ട് നിന്റെ കുടുംബത്തിൻ്റെ അനർത്ഥത്തെ മാറ്റാൻ യേശുവിൻ്റെ കരം ഇന്ന് രാത്രി ഉയർന്നു നിൽക്കുമെന്ന് ഞാൻ ഈ പുൾപിറ്റിൽ നിന്ന് ആത്മാവിൽ വിളിച്ചു പറയുകയാണ്. യേശുവിൻ്റെ രക്തത്താൽ ജയം. ദൈവത്തിൻ്റെ തേജസ് ഇതിനകത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. കൃപ ലഭിച്ച ദൈവമക്കൾ ആത്മാവിൽ പറയണം, നീ ഒരു സാധാരണക്കാരനായിട്ടല്ല ഇന്ന് രാത്രി ഇരിക്കുന്നത്. അനേക കുടുംബ അനർത്ഥങ്ങൾ നിന്റെ കുടുംബത്തിനകത്ത് കണ്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ആ അനർത്ഥത്തെ മുഴുവൻ അഴിച്ചു മാറ്റാൻ എൻ്റെ യേശുവിൻ്റെ കരം ബലത്തോടെ ഈ ഗ്രൗണ്ടിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ നിയോഗമുള്ള ദൈവമക്കൾ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. കെ ഇ എബ്രഹാം അവറുകൾ കരിമൂർഖൻ കടിച്ച റാഹേൽ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുണ്ട്, എൻ്റെ വായിൽ ഉയരുന്ന അന്യഭാഷ കൊണ്ട് റാഹേൽ അമ്മയുടെ രക്തധമനികളിൽ ഒഴുകുന്ന കരിമൂർഖൻ്റെ വിഷത്തെ എൻ്റെ ദൈവം ശാസിക്കുന്ന കാഴ്ച ഞാൻ ആത്മാവിൽ കാണുകയായിരുന്നു. ഇന്ന് രാത്രി ഇത്രയും ദൈവദാസന്മാരും ഇത്രയും കൃപ പ്രാപിച്ച ദൈവമക്കളും ആത്മാവിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചില ജീവിതങ്ങളുടെ മേൽ വ്യാപരിക്കാൻ തുടങ്ങുന്ന അനർത്ഥങ്ങളുടെ ബന്ധനങ്ങളെ ഈ ശുശ്രൂഷയ്ക്ക് നടുവിൽ വഴിമാറ്റാൻ കഴിവുള്ള ഒരു തേജോമയമായ കരം ഈ ഗ്രൗണ്ടിൽ ചലിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കണം. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. സ്വർഗം ഈ ഗ്രൗണ്ടിന് മീതെ തുറന്നു നിൽക്കുകയാണ്. ഈ ഗ്രൗണ്ടിന് നടുവിലൂടെ ഒരാൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ പാദപതനങ്ങൾ ആത്മാവിൻ്റെ ചെവിയിൽ കേൾക്കുന്ന ദൈവമക്കൾ പറയണം, എൻ്റെ യേശു ഇന്ന് രാത്രി ഇവിടെ എത്തിയിട്ടുണ്ട്. അവൻ ചില അനർത്ഥങ്ങളെ വഴിമാറ്റാൻ എൻ്റെ ജീവനെ തൊടുന്ന രാത്രിയാണ്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. പാപം ചിലപ്പോൾ നിന്റെ കണ്ണിന് രസകരമായിരിക്കും, പക്ഷേ കുടുംബത്തെ ചൂടും മുഴങ്ങുന്ന അനർത്ഥങ്ങൾ നിന്റെ വീടിനെ മേൽ പിടിമുറുക്കുന്നതിന് മുൻപ് ഈ ദൂതിന്ന് രാത്രിയിലെ വ്യക്തികളുടെ ചരിത്രം മാറ്റാൻ തുടങ്ങുന്നു. തിരിച്ചറിയുന്ന ദൈവമക്കൾ ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. അനർത്ഥം വഴിമാറും പ്രാർത്ഥനയ്ക്ക് മുൻപിൽ. നിങ്ങൾക്കറിയാമോ ദാവീദിൻ്റെ ചരിത്രം? എൻ്റെ മാന്യതയ്ക്കും നമ്മുടെ സമൂഹത്തിൻ്റെ നിലവാരത്തിനും പറയാൻ കൊള്ളാത്ത വിഷയമാണ് കൊട്ടാരത്തിനകത്ത് നടന്നത്. പണ്ട് പറഞ്ഞത്, ഞാൻ കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും സങ്കടം ബോധിപ്പിച്ച് കരയുമെന്നാണ്.
സ്തോത്രം. നിന്റെ നീതിയുള്ള ന്യായവിധികൾ ഹേതുവായി ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യേണ്ടതിന് അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കുമെന്നാണ്. കാലം മാറി. മാളത്തിലെ കിടപ്പിൻ്റെ സമയത്തായിരുന്നു ഈ പ്രാർത്ഥന. മാളികയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ പ്രാർത്ഥന മാറി. ഇവിടെയുള്ള ദൈവമക്കൾ ചെവി തുറന്ന് കേട്ടോ. കഷ്ടതയുടെ കാലത്ത് നിന്റെ വീട്ടിൽ വ്യാപരിച്ച പ്രാർത്ഥനയുടെ സ്തുതി നിന്റെ സമൃദ്ധിയുടെ കാലത്ത് അവസാനിച്ചിട്ടുണ്ടെങ്കിൽ വല്ലാത്ത ചില അനർത്ഥങ്ങളും നിന്റെ വീട്ടിൽ ചേക്കേറാൻ വരുന്നുണ്ടെന്ന് ഇന്ന് രാത്രി പ്രവചന നിയോഗത്തോടെ വിളിച്ചു പറയുന്നു. എന്നാൽ കഷ്ടതയുടെ കാലത്ത് നിന്റെ വീട്ടിൽ നിലനിന്ന പ്രാർത്ഥന നിന്റെ സമൃദ്ധിയുടെ കാലത്ത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഒരനർത്ഥവും തൊടാതെ വണ്ണം എൻ്റെ ദൈവത്തിൻ്റെ കാവൽ വ്യാപരിക്കും. അനുഭവിക്കുന്ന ദൈവമക്കൾ വിളിച്ചു പറ, അനർത്ഥങ്ങളെ വഴിമാറ്റാൻ എൻ്റെ ദൈവത്തിൻ്റെ കരത്തിന് കഴിയും. എന്തിന്? അനാവശ്യമായ ഒരു കുളിക്കടവിലേക്ക് കണ്ണുപോയി. ഒരു സ്ത്രീയുടെ നഗ്നതയിൽ കണ്ണുടക്കി കൊട്ടാരത്തിനകത്തേക്ക് ബേത്ശേബയെത്തി. മ്ലേച്ഛമായ ഒരു പിശകിയ കാൽവയ്പ് അവൻ്റെ ജീവിതത്തിൽ നടന്നു. തുടർന്ന് ദൈവം തൽക്കാലം മിണ്ടിയില്ല. ദൈവം തൽക്കാലം മിണ്ടാതിരിക്കുമ്പോൾ രക്ഷപ്പെട്ടെന്ന് വിചാരിക്കരുത്. ഒരു കുഞ്ഞ് ജനിക്കുന്ന പ്രായം വരെ തമ്പുരാൻ മൗനമായിരുന്നു. കുഞ്ഞിന് ജന്മം കൊടുത്തതിൻ്റെ അടുത്ത ദിവസം ദാഥാൻ അവിടെ എത്തി. നീ ഇത് രഹസ്യത്തിൽ ചെയ്തു, ഞാനോ ഇസ്രായേലെല്ലാം കാണെ സൂര്യന്റെ വെളിച്ചത്ത് നടത്തും. വാൾ നിന്റെ ഗ്രഹത്തെ വിട്ടുമാറുകയില്ല. നിന്റെ ഗ്രഹത്തിൽ നിന്നു തന്നെ ഞാൻ നിനക്ക് അനർത്ഥം വരുത്തും. രാത്രി വിറയലോടെയാണ് ഈ പുൾപിറ്റിൽ ഞാനിത് പറയുന്നത്. വിറയലോടെയാണ്. നിങ്ങൾക്കറിയാമോ, വീട്ടിലേക്ക് അനർത്ഥത്തിന്റെ കുത്തൊഴുക്ക് തുടങ്ങുക. സ്തോത്രം. ബത്ശേബയിലുണ്ടായ കുഞ്ഞു മരിച്ചു. ഒന്നാമത്തെ അനർത്ഥം. അബ്ശാലോം അമ്നോനെ അടിച്ചു കൊന്നു. രണ്ടാമത്തെ അനർത്ഥം. അബ്ശാലോം കരിവേലകത്തിൽ കെട്ടുഞാന്ന് ചത്തു. മൂന്നാമത്തെ അനർത്ഥം. അദോനിയ രാജകുമാരൻ കൊല്ലപ്പെട്ട വാർത്തയറിഞ്ഞ് വസ്ത്രം കീറി നിലവിളിക്കുമ്പോ ഇത് മന്ത്രവാദമല്ല, ഇത് ക്ഷുദ്രപ്രയോഗമല്ല, ഇത് നേർച്ചാശക്തിയല്ല, ഇത് ദുരാത്മാവിന്റെ ബന്ധനമല്ല. നീ വിതച്ചത് നിന്റെ വീട്ടിൽ അനർത്ഥമായി കൊയ്യുകയാണ്. രാത്രിയെ കാരൻ രണ്ടും ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. നിശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാമോ? എൻ്റെ ദൈവമേ, എൻ്റെ വീട്ടിലേക്ക് അനർത്ഥം ചേക്കേറരുതേ. ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. എല്ലാ ദൈവമക്കളും ഇന്ന് രാത്രി ആത്മാവിൽ നിന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുന്ന രാത്രിയാകണം. ഒരു വായിൽ നിന്നും ശബ്ദം എത്രത്തോളം ഉയർത്താമോ അത്രത്തോളം ശബ്ദമുയർത്തി വേദിയിരിക്കുന്ന ദൈവദാസന്മാരും ആത്മാവിൽ പോരാടുന്ന ദൈവമക്കളും ഒരുപോലെ ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ചില കുടുംബങ്ങൾക്കകത്ത് പാതാള ശക്തികൾ ഒരുക്കി വെച്ചിരിക്കുന്ന ചില മാരക അനർത്ഥങ്ങളെ ഈ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ കരം നീട്ടിയിട്ട് ഈ രാത്രി അഴിച്ചു മാറ്റുമെന്ന ബോധ്യത്തോടെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ ഒന്നിച്ച് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. ചില മുഖങ്ങളിലേക്ക് നോക്കുമ്പോൾ ആത്മാവിൽ കാണുന്നു യേശുവിൻ്റെ കരം ചില ശരീരങ്ങളിൽ ചലിക്കുകയാണ്. ചില കുടുംബങ്ങൾക്കകത്തിയ വിടുതലുകൾ സ്ഫരിക്കുന്ന രാത്രിയാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥന ഉയരട്ടെ, പ്രാർത്ഥന ഉയരട്ടെ. യേശുവിൻ്റെ രക്തത്താൽ ജയം, യേശുവിൻ്റെ രക്തത്താൽ ജയം. ഞാൻ ഇന്ന് രാത്രി ഇവിടെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ യേശു ഈ ഗ്രൗണ്ടിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. അവൻ്റെ കരം ചില മേഖലകളെ തൊടാൻ തുടങ്ങുന്ന രാത്രിയാണ്. പരിശുദ്ധാത്മാവ് രാത്രി ഈ ഗ്രൗണ്ടിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ദൈവത്തിന് സ്തോത്രം. അസാധാരണമായ ദൈവത്തിൻ്റെ വിടുതൽ നിന്റെ കുടുംബത്തിനകത്തേക്ക് വ്യാപരിപ്പിച്ചിട്ട് നിന്റെ ഭവനത്തെ നിഴൽ പോലെ പറ്റിപ്പിടിച്ചു നിൽക്കുന്ന ചില അനർത്ഥത്തിൻ്റെ ബന്ധനങ്ങളെ ഈ രാത്രി അഴിച്ചു മാറ്റാൻ നേർച്ച വേണ്ട, കാഴ്ച വേണ്ട, രക്തത്താൽ ജയം, വെളിച്ചെണ്ണ വേണ്ട, മെഴുകുതിരി വേണ്ട, ദൈവത്തിന് സ്തോത്ര കുന്തിരിക്കം വേണ്ട, ആൾ രൂപം വേണ്ട, നേർച്ച വേണ്ട. ശക്തിയോടുകൂടെ പ്രാർത്ഥിച്ച് യേശുവിൻ്റെ കരങ്ങളിലേക്ക് വിഷയമൊന്ന് കൈമാറിയാൽ ഇന്ന് രാത്രി നിന്റെ ഭവനത്തിനകത്ത് അനർത്ഥം വരുത്തേണ്ടതിന് ഗൂഢാലോചന ചെയ്യുന്ന ഭൂതാത്മ ബന്ധനങ്ങളെ പ്രാർത്ഥനയ്ക്ക് നിറവിൽ അഴിച്ചു മാറ്റാൻ യേശുവിൻ്റെ കരം ചലിക്കുന്നു എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ശബ്ദമുയർത്തിയൊന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. ദൈവത്തിന് മഹത്വം. ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. ഞാൻ ഈ രാത്രി ആരാധിക്കുന്ന ദൈവമക്കൾ പറയാം, യേശുവിൻ്റെ രക്തമെന്ന് ഞങ്ങൾ വാ തുറന്ന് വിളിച്ചു പറയുമ്പോൾ അതിൻ്റെ
പുറകിൽ പ്രകൃതിയാതീതമായ ഒരു ദൈവപ്രവൃത്തി വ്യാപരിക്കുമെന്നും അത് പൈശാചിക അടിച്ചമർത്തലുകളെ ഈ രാത്രി അഴിച്ചു മാറ്റുമെന്നും ഞങ്ങൾ ആത്മാവിൽ തിരിച്ചറിയാൻ കാരണം അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരാണ് ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്നത്. കളം വരച്ചാലും കോഴിച്ചോര ഉയർത്തിയാലും യാഗതർപ്പണങ്ങൾ നടത്തിയാലും മന്ത്രവാദത്തിന്റെ ബന്ധനങ്ങൾ ഉയർത്താലും നിന്റെ വാഗ്ദത്തത്തെ തച്ചുടച്ച് നിന്റെ കുടുംബത്തെ ഇല്ലായ്മ ചെയ്യുവാൻ പദ്ധതികൾ എത്ര ക്രൂരമായി തയ്യാറാക്കിയാലും പ്രാർത്ഥിക്കുന്ന നിന്റെ ഭവനത്തിന്റെ മേൽ എൻ്റെ ദൈവത്തിന്റെ കാവൽ വ്യാപരിച്ചാൽ നിന്റെ വീടിന് നേരെ അനർത്ഥം വരാൻ തുടങ്ങുന്നതിനെ അഴിച്ചു മാറ്റാൻ ഇന്ന് രാത്രി രക്തത്തിന്റെ ശക്തി വ്യാപരിക്കുമെന്ന് ഞാൻ വിളിച്ചു പറയാൻ കാരണം ഇതിന് മുഴുവൻ എതിരെ പ്രവർത്തിക്കുന്ന ഒരു ശക്തി ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ ചലിക്കുന്നുണ്ട്. അത് മറ്റാരുടെയും ശക്തിയല്ല, എൻ്റെ യേശുവിൻ്റെ കാൽവറി ബലിമരണത്തിന്റെ പുറകിൽ സകല പൈശാചിക താവളത്തെയും തകർത്ത അവന്റെ ജയത്തിന്റെ ശക്തി ഇന്ന് രാത്രി തിരിച്ചറിയുന്ന ദൈവമക്കൾ പറയണം, ആ വിടുതൽ ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിൽ വ്യാപരിക്കുന്നു. പ്രാർത്ഥിച്ചാട്ടെ. സകല ദൈവമക്കളും ആത്മാവിൽ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കണം. ഒരു ദൈവമൈതൽ പോലും ഇതിനകത്ത് മൗനമായിരിക്കരുത്. രക്തത്താൽ ജയം. പ്രാർത്ഥന ഇന്ന് രാത്രി ഇവിടെ ഉയരണം. ഞാൻ ഇന്ന് രാത്രി വിശ്വാസ കണ്ണുകളാൽ കാണുന്നു, യേശുവിൻ്റെ രക്തത്തിൻ്റെ തുള്ളികൾ ഈ ഗ്രൗണ്ടിലേക്ക് ആത്മാവിൽ ഇറങ്ങുകയാണ്. അതിങ്ങനെ വ്യക്തികളെ ആഴത്തിൽ തൊടാൻ തുടങ്ങുകയാണ്. ഞാൻ ഈ രാത്രി പറയാം, എന്താണ് അനർത്ഥത്തിൻ്റെ പരിഹാരം? അപ്പൻ ആത്മഹത്യ ചെയ്തു, വല്യപ്പൻ ആത്മഹത്യ ചെയ്തു, അമ്മയും അപ്പനും ആത്മഹത്യക്ക് ശ്രമിച്ചു, മകനും ആത്മഹത്യാ പ്രവണതയുണ്ട്. ഈ കുടുംബത്തിന്റെ പുറകിൽ വ്യാപരിക്കുന്ന ചില മാരക അനർത്ഥത്തിന്റെ ശക്തികളുണ്ട്. എന്നാൽ ഇന്ന് രാത്രി പറയാം, പഴയ പാമ്പിന്റെ തലയെ തകർത്ത യേശുവിന്റെ കരം ഈ രാത്രി നിന്റെ കുടുംബത്തിനകത്തേക്ക് ഇറങ്ങി വന്നാൽ നിന്റെ ഭവനത്തിനകത്ത് ഉയർന്നു നിൽക്കുന്ന കാരണമില്ലാത്ത ചില മാരക വിപത്തുകളെ ഈ രാത്രി പ്രാർത്ഥനയ്ക്ക് നടുവിൽ യേശുവിന്റെ രക്തത്തിന് അഴിച്ചു മാറ്റാൻ കഴിയുമെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കണം. ആ രക്തത്തിന്റെ ശക്തിയാൽ അനർത്ഥങ്ങൾ വഴിമാറും. പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഗ്ലോറി, ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ നടുവിലേക്ക് ഒരു ചിത്രം കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളെ ശ്രദ്ധിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇന്ദിരാഗാന്ധി രക്തത്തിൽ കുളിച്ചാണ് മരിച്ചത്, രാജീവ് ഗാന്ധി രക്തത്തിൽ കുളിച്ചാണ് മരിച്ചത്, എബ്രഹാം ലിങ്കൻ രക്തത്തിൽ കുളിച്ചാണ് മരിച്ചത്. ദൈവത്തിന് സ്തോത്രം. ഇവരെല്ലാം രക്തത്തിൽ കുളിച്ചാണ് മരിച്ചത്. എന്നാൽ യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി എന്തെന്നറിയാമോ? ആ രക്തത്തിനകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തി അമാനുഷികമാണ്. നിന്റെ കുടുംബത്തെ പൊതിയാൻ കഴിവുള്ള ആ രക്തം നിത്യത കൈവിട്ടു പോകാതെ നിന്റെ ഭവനത്തെ രക്തത്താൽ പൊതിയപ്പെടുമെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ പറയണം. ആ രക്തത്തിന്റെ പുറകിൽ അനർത്ഥത്തിന്റെ മറുമരുന്ന് വ്യാപരിക്കുന്നു. ഓ രക്തത്താൽ ഞാൻ പറയാം, ഈ രാത്രി നിന്റെ വാഗ്ദത്തത്തിനെതിരെ പണമുയർത്തി നിൽക്കുന്ന ദുഷ്ടശക്തികളുടെ ദേഹത്ത് ഉരുകി വീഴുന്ന ലോഹ ദ്രാവകം പോലെ യേശുവിന്റെ രക്തത്തിൽ ആശ്രയിച്ച് നീ അടുത്ത് ചെന്നാൽ നിന്റെ കുടുംബത്തെ അനർത്ഥം മാറ്റി വിടുവിക്കാൻ യേശുവിന് കഴിയും. ഞാൻ ഈ രാത്രി നിങ്ങളുടെ ശ്രദ്ധയെ കാൽവറിയിലേക്കൊന്ന് കൊണ്ടുവരട്ടെ. ക്രൂശിന്റെ ഭാരത്താൽ സന്ധിബന്ധങ്ങൾ തകർന്ന്, കൊടും ചൂടിനാൽ ശരീരം ചുട്ടരിഞ്ഞ്, ദാഹത്താൽ സർവാംഗവും തളർന്ന്, അർത്ഥപ്രാണനായി അർത്ഥനഗ്നനായി എൻ്റെ രക്ഷകൻ ഗോൽഗോഥയിലെത്തുകയാണ്. ക്രൂശിക്കപ്പെടുന്ന ആളുകൾ സാധാരണ മരിക്കുന്നത് ചോര ചിന്തിയല്ല, ശ്വാസം മുട്ടിയാണ്. രണ്ട് കൈകളുടെ ദൃഢപേശികൾ താഴേക്ക് തൂങ്ങുമ്പോൾ ലങ്സ് മുറുകും. വ്യക്തി ശ്വാസം മുട്ടി കാലിലെ മുറിവിൽ കുത്തി ഉയരാൻ കഴിയാത്തത് കൊണ്ട് പിടഞ്ഞു മരിക്കും. അതാണ് സാധാരണ മരണം, ക്രൂശ് മരണം. നിങ്ങളിത് രാത്രിയെ ഗോൽഗോഥയിലേക്ക് നോക്കണം. എൻ്റെ യേശു ക്രൂശിൽ കിടന്ന് പിടയ്ക്കുകയാണ്. പിടയ്ക്കുന്ന സമയം അവിടുത്തേക്ക് മനസ്സിലായി, അവസാനത്തെ പ്രവചന നിയോഗവും നിവർത്തിയാകാറായി. ഇനി ഒരു കാര്യം നിവർത്തിക്കാനുണ്ട്. അവർ എനിക്ക് കണ്ടിവെണ്ണ കലർത്തിയ വീഞ്ഞ് കുടിപ്പാൻ തന്നു എന്നെഴുതിയ വചനം നിവർത്തിയാകത്തക്ക വിധം, ചൊറുക്ക കുടിപ്പാൻ തന്നു എന്ന വചനം നിവർത്തിയാകത്തക്ക വിധം, അത് നിവർത്തിയാകേണ്ടതിന് അവിടുന്ന് വിളിച്ചു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. സപ്തസാഗരങ്ങളെ വാക്കിനാൽ വിളിച്ചു വരുത്തിയ മഹാദൈവത്തിന്റെ ഓമനകുമാരന് ദാഹിക്കയോ? അവർ ആനക്കുട്ടിയുടെ പ്രഥമ വിസർജ്യം പുളിപ്പിച്ച വീഞ്ഞിൽ കൃത്യ അനുപാതത്തിൽ കലർത്തിയ ലോക്കൽ അനസ്തേഷ്യ എന്ന പലസ്തീൻ നാട്ടിലെ ധനിക സ്ത്രീകൾ ക്രൂശിതരുടെ പീഡ ഒഴിവാക്കാൻ കൊടുക്കുന്ന മയക്കുമരുന്ന് തയ്യാറാക്കി വായോട് അടുപ്പിച്ചു. എന്നാൽ ഞാൻ പറയട്ടെ, മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കാൻ വന്നവൻ മയങ്ങാതെ അവൻ്റെ തല തകർക്കാൻ ആഗ്രഹിച്ചത് കൊണ്ട് അവൻ ബോധപൂർവം വേണ്ട എന്ന് വെച്ചു. ഒടുവിൽ സ്തോത്രം നിവർത്തിയായി എന്ന് പറഞ്ഞ് സ്വന്തം തോളിൽ തല ചായ്ച്ച് പ്രാണനെ വിടുമ്പോൾ
അവിടെ എഴുതിയിരിക്കുന്ന വചനം ഇതാണ്: ഉടനെ വലിയൊരു ഭൂകമ്പമുണ്ടായി. എൻ്റെ സദസ്സിനോട് ഞാൻ ചോദിക്കുന്നു, എങ്ങനെയാ ഭൂകമ്പം ഉണ്ടാകുന്നത്? 39,000 മൈൽ ചുറ്റളവും 40,000 മൈൽ ക്രോസ് അളവുമുള്ള പച്ചപ്പട്ടു വിരച്ച് ഈ ഭൂമിയുടെ ഭൂഗർഭം മാൻഡിൽ ഉരുകിത്തിളയ്ക്കുമ്പോൾ 100 കിലോമീറ്റർ കനത്തിൽ പുറത്ത് കിടക്കുന്ന ടെക്ടോണിക് പ്ലേറ്റുകൾ, ഭൂഗർഭ പ്ലേറ്റുകൾ ഒന്നിനു പുറകെ ഒന്നായി ചേർന്ന് ഇടിച്ച് കയറുമ്പോൾ ഭൂഗർഭ മർദ്ദത്തിൻ്റെ പ്രതിഫലനമാണ് ഭൂകമ്പം. അങ്ങനെയാണെങ്കിൽ മാനവ ചരിത്രത്തിൽ ഒരു മരണസമയത്ത് ഭൂഗർഭത്തിലേക്ക് ഈ ശക്തി ഇറങ്ങിച്ചെന്നെങ്കിൽ ആ പഴയ പാമ്പിൻ്റെ തലയെ പാതാളത്തിൽ തകർത്ത ഒരു മരണം ചരിത്രത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് ഈ രാത്രി എൻ്റെ യേശുവിൻ്റെ ബലിമരണമാണ് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ 2 കൈകളും ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. ശബ്ദം ഉയരട്ടെ. ശബ്ദം താക്കരുത്, താത്തിടരുത്. നിങ്ങൾ 2 കൈകളും ഉയർത്തിപ്പിടിച്ചേ. ഇരിക്കുന്ന ഇരിപ്പിൽ എത്രത്തോളം ശബ്ദം ഉയർത്തി യേശുവേ എന്ന് വിളിക്കാമോ? പോരാ. ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ എത്രത്തോളം ശബ്ദം ഉയർത്തി യേശുവേ എന്ന് വിളിക്കാമോ? അത്രത്തോളം ശബ്ദം ഉയർത്തി. എല്ലാവരും ഒന്ന് 1 മിനിറ്റ് ഒന്ന് എഴുന്നേറ്റിട്ട് ഒന്ന് ശബ്ദം ഉയർത്തി യേശുവേ എന്നൊന്ന് വിളിക്കാമോ? ശബ്ദം ഉയരട്ടെ. ആ 2 കൈകളും ഉയർത്തി പിടിച്ചാട്ടെ. ആരും ശ്രദ്ധിക്കേണ്ട. ഈ സ്റ്റേജിൽ നിൽക്കുന്ന ദൈവദാസന്മാർ ഇന്ന് രാത്രിത്തെ പ്രവചനാലോചന നിങ്ങളുടെ കാതിൽ മുഴങ്ങുന്ന രാത്രി ആ 2 കൈകളും ഉയർത്തിക്കൊണ്ട് യേശുവേ എന്നൊന്ന് ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കണം. യെസ്, പ്രാർത്ഥന ഉയരട്ടെ. നീ ഇന്ന് രാത്രി ഇവിടേക്ക് വന്നത് ഭാരം നിറഞ്ഞ ഒരു ഹൃദയവേദനയുമായിട്ടാ. വാക്കുകളേക്കാൾ നിന്റെ മനസ്സിൽ ഉയരുന്നത് നെടുവീർപ്പ. ഈ ശുശ്രൂഷയിൽ ഗൗരവമേറിയ പ്രാർത്ഥന ആവശ്യമില്ലാത്തവർ ഈ ഗ്രൗണ്ട് വിട്ടു മടങ്ങട്ടെ. എന്നാൽ പ്രാർത്ഥന ആവശ്യമുള്ള ഒരു പറ്റം ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെയുണ്ട്. ആ നിങ്ങളെ 2 കൈകളും ഉയർത്തി പിടിച്ചുകൊണ്ട് ലജ്ജ കൂടാതെ നിൽക്കുന്ന നിൽപ്പിൽ യേശുവിങ്കിലേക്കൊന്ന് കൈ ഉയർത്തിക്കേ. രക്തത്താൽ ജയം. ഇതിനകത്ത് ആരും ഈ ഗ്രൗണ്ട് വിട്ടിറങ്ങരുത്. ശുശ്രൂഷയെ ആദരിക്കുന്നെങ്കിൽ നിങ്ങൾ ഇന്ന് രാത്രി 2 കൈകളും ഉയർത്തിപ്പിടിച്ച് നിങ്ങൾക്ക് നേരെ മുഴങ്ങുന്ന ദൈവത്തിൻ്റെ ദൂത്, കുഞ്ഞാടിന്റെ രക്തത്തിൻ്റെ കോട്ടയ്ക്കകത്ത് നിന്റെ കുടുംബം പരിപാലിക്കേണ്ടതിൻ്റെ ആവശ്യകത ആത്മാവിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ന് രാത്രി 2 കൈകളും ഉയർത്തിപ്പിടിച്ച് സ്റ്റേജിൽ നിൽക്കുന്ന ദൈവദാസന്മാർ ആത്മാവിൽ പ്രാർത്ഥിക്കണം. തലയിൽ മുൾമുടി അണിഞ്ഞവനായി, മുഖത്തെ രോമങ്ങൾ വലിച്ചു പറിക്കപ്പെട്ടവനായി, വിലാവ് കുത്തി പിളർക്കപ്പെട്ടവനായി, ആബാധ ചൂടം ചുടുനിണമൊഴുക്കിക്കൊണ്ട് അർത്ഥപ്രാണനായി, അർത്ഥനഗ്നനായി, ഒരടി അടിച്ചാൽ തൊലി ഉരിയുന്ന, അടുത്ത അടിയിൽ പച്ചമാംസം കിറുകിറ പറയുന്ന, അടിയേറ്റ് തകർന്നവനായി, കാൽവറിയിൽ യാഗമായി തീർന്ന എൻ്റെ രക്ഷകന്റെ ബലിമരണം എൻ്റെ പാപത്തിൻ്റെ പരിഹാരമാണെന്ന് ആ 2 കൈകളും ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥനാ സ്വരത്തോടെ വാ തുറന്ന് ഉദ്ധരിക്കുന്ന ഒരു ദൈവപൈതൽ ഇവിടെ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ഇതൊരു സാധാരണ രാത്രിയല്ല. നിന്റെ കുടുംബത്തിന്റെ അനർത്ഥത്തെ വഴിമാറ്റാൻ, നിന്റെ വാഗ്ദത്തത്തിനെതിരെ ഉയരുന്ന അനർത്ഥത്തെ വഴിമാറ്റാൻ, ഏറ്റവും വലിയ അനർത്ഥമായ നരകദണ്ഡനത്തെ വഴിമാറ്റാൻ യേശുവിന്റെ രക്തം ഇന്ന് രാത്രി ഇവിടെ വാദിക്കുന്നുണ്ട്. ഈ രാത്രി കൈകൾ ഉയർത്തിക്കൊണ്ട് യേശുവേ എന്ന് വിളിച്ചു പറഞ്ഞ് ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചേ. ഗ്ലോറി, ഹല്ലേലൂയ. ശബ്ദം ഉയരട്ടെ. കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ, ആത്മശുദ്ധി നൽകും രക്തത്തിൽ, ഹിമം പോൽ ശുദ്ധമോ നിന്നങ്കി. കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. ദൈവത്തിന് സ്തോത്രം. ശുദ്ധിക്കായി നീ യേശു സമീപേ പോയോ? കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. ജീവനീരൊഴുകുന്നു അശുദ്ധർക്കായി, കുളിച്ച് ശുദ്ധിയായിടുക. ഞാൻ ഈ രാത്രി ഈ പാട്ട് പാടുമ്പോൾ, ഞാനിതിന് ആഹ്വാനം ചെയ്യുമ്പോൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ 100 കണക്കിന് ഓർമ്മകൾ എൻ്റെ ഉള്ളിലേക്ക് ഓടിയെത്തുന്നുണ്ട്. എൻ്റെ മുന്നിൽ നിന്ന് ആരാധിക്കുന്ന ദൈവമക്കൾ ഒരപ്പനെ ആലിംഗനം ചെയ്ത് ഒരു കുഞ്ഞ് കാര്യം പറയുന്നത് പോലെ നിന്റെ 2 കൈകളെ യാന്ത്രികമായി ഉയർത്തുന്നതിനേക്കാൾ യേശുവിനെ ഒന്ന് ആലിംഗനം ചെയ്ത് ക്രൂശിന്റെ ചുവട്ടിലേക്ക് ഞാൻ വരികയാണ്. എൻ്റെ കുടുംബത്തിൻ്റെ അനർത്ഥത്തെ വഴിമാറ്റാൻ അങ്ങയ്ക്കിന്ന് രാത്രി കഴിയും. ഞാൻ ഇന്ന് രാത്രി ആ രക്തത്തിൽ ആശ്രയിക്കുകയാണ്. ഞാൻ ഈ രാത്രി പറയട്ടെ, അസ്വാഭാവികമായ ദുരന്തങ്ങൾ
ചില വീടുകളിൽ സംഭവിക്കുമ്പോൾ നീ അതിന് മുൻപിൽ കണ്ണടച്ച് നിൽക്കരുത്. ഞാൻ സാധാരണ പറയാറുണ്ട്, ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയുടെ 48 വയസ്സുകാരൻ ഗ്രഹനാഥൻ ഹൃദയാഘാതത്തിൽ മരിച്ചു. അതിൻ്റെ തൊട്ടുപുറകെ മൂത്ത മകൻ ഹെലികോപ്റ്റർ ആക്സിഡന്റിൽ മരിച്ചു. അതിൻ്റെ പുറകെ അമ്മ, ദൈവത്തിന് സ്തോത്രം, അംഗരക്ഷകരുടെ വെടിയേറ്റു മരിച്ചു. അതിൻ്റെ പുറകെ ഇളയ മകൻ പുലിയാക്രമണത്തിൽ ചിതറി വീണ് മരിച്ചു. ഒരു വീട്ടിലെ 4 പേരെയും ആലിംഗനം ചെയ്തത് അനർത്ഥ മരണങ്ങളാണ്. ഈ രാത്രി ഓർക്കുക, രാഷ്ട്രീയത്തിന് നല്ലതായിരിക്കും, എന്നാൽ കുടുംബത്തിന് കണ്ണുനീരാണ്. നിന്റെ ഭവനത്തിനെതിരെ ഉയർന്നു നിന്ന് വാദിക്കുന്ന ചില അനർത്ഥങ്ങളെ ഈ രാത്രി അഴിച്ചു മാറ്റാൻ യേശുവിന്റെ രക്തത്തിന് ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ആ ക്രൂശിനെ ആലിംഗനം ചെയ്തുകൊണ്ട്, ആ ക്രൂശിനെ ആലിംഗനം ചെയ്തുകൊണ്ട് ശബ്ദം ഉയർത്തിപ്പാടണം, ശബ്ദം ഉയർത്തിപ്പാടണം. എൻ്റെ കൂടെ പറപ്പേ, നീ വഴിവക്കിൽ നിന്ന് കേൾക്കുകയായിരിക്കാം, നീ കടത്തിണ്ണയിൽ നിന്ന് കേൾക്കുകയായിരിക്കാം. ഞാൻ നിന്നോട് പറയുന്നു, ഒരു മെഴുകുതിരി വേണ്ട, ഒരു വെളിച്ചെണ്ണ വേണ്ട, ഒരു യാഗം വേണ്ട, ഒരു തർപ്പണം വേണ്ട, ഒരു ഉരുളിച്ച വേണ്ട. നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ, തകർന്ന ഹൃദയത്തോടെ നിൽക്കുന്ന നിൽപ്പിൽ നിന്ന് കാൽവറിയിലേക്ക് കണ്ണുയർത്തി രക്ഷിക്കണേ എന്ന് യേശുവിനോട് പറഞ്ഞാൽ ഇന്ന് രാത്രി നിത്യത ഉറപ്പാക്കാൻ കഴിവുള്ള ദൈവശക്തിയാണ് ഇവിടെ വ്യാപരിക്കുന്നത്. ആ കരങ്ങൾ ഉയർത്തി ഗായക സംഘത്തോടൊപ്പം നമുക്കൊന്ന് ചേർന്ന് പാടാം. കുളിച്ചോ കുഞ്ഞാട്ടിൻ്റെ കുളിച്ചോ, ശബ്ദം ഉയർത്തി, കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ ഹീപം പോൽ നിഷ്കളങ്കമോ നിന്നങ്കി. കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. ശബ്ദം ഉയർത്തി ചേർന്ന് പാടിക്കാട്ടെ, സദസ്സ് പാടിക്കാം. കുളിച്ചോ